നമസ്കാരം. അരവിന്ദ് കെജ്രിവാളിന്റെ അറസ്റ്റിന് പിന്നാലെ കേരളത്തിലും നീക്കം ബലപ്പെടുത്തുകയാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്. മുഖ്യമന്ത്രിയുടെ മകൾ ഉൾപ്പെട്ട മാസപ്പടി കേസിൽ പ്രാഥമിക വിവരങ്ങൾ രജിസ്റ്റർ ചെയ്തതിനൊപ്പം കിഫ്ബി മസാല ബോണ്ട് കേസിൽ ഡോക്ടർ തോമസ് ഐസക്കിന് വീണ്ടും സമൻസ് അയക്കാനും തീരുമാനിച്ചിരിക്കുന്നു. രാഷ്ട്രീയ ചരടുവലികൾ എന്ന് CPIM-ഉം ഒത്തുകളിക്കാരുടെ മറ്റൊരു നാടകം എന്ന് പ്രതിപക്ഷവും ആവർത്തിച്ചു. അതിനെന്താ വലിയ വിശ്വാസം? നിങ്ങൾക്കുണ്ടാ വലിയ വിശ്വാസമാണ്? രാജ്യത്തെ വിശ്വാസത തകർന്നു പോയി എന്ന് സുപ്രീം കോടതി പറഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട ഏജൻസിയാണ് ഈ പറയുന്ന ED. ED-യെ മഹത്വവൽക്കരിച്ച് ചോദ്യങ്ങളൊന്നും ചോദിക്കേണ്ട കാര്യമില്ല. അത് അതിൻ്റെ രീതിയിൽ കൈകാര്യം ചെയ്യും. ED തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചപ്പോൾ ഒരു സ്റ്റണ്ടാണ്. ഞങ്ങൾ തമ്മിൽ ഒരുമിച്ചല്ല എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. കേരളത്തിൽ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പെടുത്ത ED അന്വേഷണവും നിയമസഭാ തെരഞ്ഞെടുപ്പിന് ശേഷം എടുത്ത ED അന്വേഷണവും എല്ലാം പെരുവഴിയിലാണ്. എല്ലാം ഇവർ തമ്മിൽ ധാരണയുണ്ടാക്കി തീർത്തതാണ്. തെരഞ്ഞെടുപ്പ് പ്രചാരണം മുറുകുന്നതിനൊപ്പം കേരളത്തിലെ കേസുകളും മുറുക്കാൻ ED-യെ BJP രാഷ്ട്രീയ ആയുധമാക്കുന്നു. എൻകൗണ്ടർ പരിശോധിക്കുന്നു. പ്രേക്ഷകർക്ക് സ്വാഗതം. CPIM-ലെ ശ്രീ M പ്രകാശൻ, കോൺഗ്രസിലെ ശ്രീ KP നൌഷാദ് അലി, BJP-യിലെ ശ്രീ B ഗോപാലകൃഷ്ണൻ, പരാതിക്കാരനായ ശ്രീ ഷോൺ ജോർജ് എന്നിവരാണ് ഇന്ന് ഈ ചർച്ചയിൽ പങ്കെടുക്കാൻ നമ്മളോടൊപ്പമുള്ളത്. ശ്രീ M പ്രകാശൻ, ശ്രീ ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിനെ ED അറസ്റ്റ് ചെയ്തതിന് ശേഷമാണ് സത്യം പറഞ്ഞാൽ ഇന്ത്യ സഖ്യത്തിനകത്ത് ശക്തമായ ഒരു പ്രതിഷേധ രൂപം എന്ന നിലയിൽ ഒരു ഏകരൂപത്തിലുള്ള പ്രതികരണങ്ങൾ വന്നു കണ്ടത്. അതിന് തൊട്ടു പിന്നാലെ ഇപ്പോൾ കേരളത്തിലും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ നീക്കം ശക്തിപ്പെടുത്തുകയാണ്. സ്വാഭാവികമായും പ്രതിപക്ഷ രാഷ്ട്രീയ കക്ഷികൾ ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ കേന്ദ്ര അന്വേഷണ ഏജൻസികളെ രാഷ്ട്രീയ ലക്ഷ്യത്തോടുകൂടി BJP പ്രയോഗിക്കുന്നു എന്ന ആക്ഷേപം ഇന്നും ഇന്നലെയുമല്ല കുറേ നാളുകളായി CPIM-നുണ്ട്, കോൺഗ്രസിനൊക്കെ ഉണ്ട്. പക്ഷേ ഇവിടെ കേരളത്തിലെ പ്രതിപക്ഷം CPIM ഇതിനൊരു രാഷ്ട്രീയ പ്രതിരോധം തീർക്കാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ അതിനെ അംഗീകരിക്കാൻ തയ്യാറല്ല. ഇത് ഗുരുതരമായ ഒരു സ്ഥിതിവിശേഷം ഉണ്ടാക്കുന്നുണ്ട് എന്ന് കരുതുന്നവരുമുണ്ട്. രണ്ട് പ്രധാനപ്പെട്ട സംഭവങ്ങൾ ഇവിടെ നടക്കാൻ പോകുന്നു. ഒന്ന്, ഈ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് മുഖ്യമന്ത്രിയുടെ മകൾ ഉൾപ്പെട്ട മാസപ്പടി കേസിൽ തുടർ നടപടികളിലേക്ക് കടക്കുകയാണ്. മറ്റൊന്ന്, ഏതാണ്ട് അരവിന്ദ് കെജ്രിവാളിന് ഉണ്ടായതുപോലെ സമാനമായ സാഹചര്യം മുൻ ധനമന്ത്രിയായ ഡോക്ടർ TM തോമസ് ഐസക്കിനും വന്നു ചേർന്നിരിക്കുന്നു. അദ്ദേഹത്തിന് കിട്ടിയിരിക്കുന്ന എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ സമൻസിൽ പറയുന്നതായി ഞാൻ മനസ്സിലാക്കുന്നത് ഇതൊരു ഫൈനൽ ചാൻസ് ആണ് താങ്കൾ ഈ ചോദ്യം ചെയ്യലിനോട് ഹാജരാകാൻ എന്നാണ്. അപ്പോൾ രണ്ട് നിലയ്ക്കും പാർട്ടിയെ പ്രതിരോധത്തിലാക്കുന്ന, സർക്കാരിന് തലവേദന ഉണ്ടാക്കുന്ന ഒരു ED നീക്കമാണ് കേരളത്തിൽ നടക്കുന്നത്. ഇതിനെ BJP-യുടെ രാഷ്ട്രീയ പ്രയോഗം എന്ന് കേവലം അങ്ങനെ ഒരു പ്രതിരോധം കൊണ്ട് മാത്രം തള്ളിക്കളയാൻ കഴിയുമോ ഈ തെരഞ്ഞെടുപ്പ് കാലത്ത്? കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി ഇന്ത്യ രാജ്യമെമ്പാടും അംഗീകരിച്ചൊരു യാഥാർത്ഥ്യം, നമ്മുടെ രാജ്യത്തുള്ള ഭരണഘടനാ സ്ഥാപനങ്ങൾ ഭരിക്കുന്ന BJP സംഘപരിവാര ശക്തികളുടെ കയ്യിലെ രാഷ്ട്രീയ ഉപകരണങ്ങളാണ് എന്നുള്ളതാണ്. ഇത് ഇന്ത്യയിലുള്ള പ്രതിപക്ഷം ഐകകണ്ഠ്യേന അംഗീകരിച്ചൊരു കാര്യമാണ്. ഇപ്പോൾ ഇന്ത്യ സഖ്യത്തിൻ്റെ നേതാവ് എന്നുള്ളതിലേക്ക് ഖാർഗെ ഉൾപ്പെടെ ചെന്നാണ് ഇന്ത്യയിലെ പ്രസിഡന്റിന് ED-യും CBI-യും ഈ കഴിഞ്ഞ 10 കൊല്ലക്കാലമായി എടുത്ത കേസുകൾ 92% പ്രതിപക്ഷത്തെ വേട്ടയാടാനും പ്രതിപക്ഷ പാർട്ടികളെ തകർക്കാനും BJP-ക്ക് ആളെ കൂട്ടുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങളാണ് എന്ന് പറഞ്ഞത് ഖാർഗെ നേതൃത്വം കൊടുത്തുകൊണ്ട് പോയിട്ടുള്ള നിവേദക സംഘാണ്. ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് ആരംഭിച്ചതിന് ശേഷം രാഷ്ട്രീയ ലക്ഷ്യത്തോടെ കേന്ദ്ര ഏജൻസികൾ നടത്തുന്ന നീക്കത്തിനെതിരായിട്ട് ഇന്ത്യ മുന്നണി സംയുക്തമായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സമീപിച്ചു എന്നുള്ളത് നിങ്ങൾക്ക് അറിയാവുന്നതാണ്. അല്ല പ്രകാശ് മാഷി, ഞാൻ ചോദിക്കുന്നത് അതല്ല. ഇന്നിപ്പോൾ അരവിന്ദ് കെജ്രിവാളിന് ജാമ്യം നൽകുന്ന കാര്യത്തിൽ പോലും കോടതി എടുത്തിരിക്കുന്ന സമീപനം, അല്ല പ്രകാശ് മാഷ് ഒറ്റ മിനിറ്റ്, അതായത് കോടതി എടുത്തിരിക്കുന്ന സമീപനം എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കൂടുതൽ സമയം അനുവദിക്കുകയാണ്. അതായത് ജാമ്യം പോലും നൽകിയിട്ടില്ല. ഇവിടെ മുഖ്യമന്ത്രിയുടെ മകൾക്കെതിരായിട്ടുള്ള കേസിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് തുടർ നടപടികളിലേക്ക് പോകുന്നു. കിഫ്ബി മസാല ബോണ്ട് കേസിലും മുഖ്യമന്ത്രി കൂടി കേന്ദ്രീകരിച്ചുകൊണ്ട് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ അന്വേഷണം മുന്നോട്ട് പോകാൻ വേണ്ടിയുള്ള തയ്യാറെടുപ്പുകൾ ഒരു ഭാഗത്ത് നടക്കുന്നു. തോമസ് ഐസക്കിന്റെ സമൻസ് വന്നിരിക്കുന്നു. അപ്പോൾ ഇതിനെ ഒരു രാഷ്ട്രീയ പ്രതിരോധം എന്ന നിലയിൽ മാത്രം, അങ്ങനെ ഒരു പൊളിറ്റിക്കൽ ഡിഫൻസ് കൊണ്ട് മാത്രം നിങ്ങൾക്ക് ഇതിനെ ചെറുത്ത് നിർത്താൻ കഴിയുമോ എന്നാണ് ഞാൻ ചോദിച്ചത്. അല്ല, ഇതിലെന്താന്ന് പറഞ്ഞാൽ അന്വേഷണ ഏജൻസികൾ ഒരു കേസ് തയ്യാറാക്കുന്നു.
അതിന് അവർക്ക് ലഭ്യമാകുന്ന തെളിവുകൾ കൊടുക്കുന്നു. ആ തെളിവുകൾ പരിശോധിക്കേണ്ടത് പിന്നീട് കോടതിയാണ്. തീരുമാനം ഈ പരിശോധനയ്ക്കും വിചാരണയ്ക്കും ശേഷമാണല്ലോ വരിക. അന്വേഷണ ഏജൻസികൾക്ക് ഈ പറഞ്ഞ പോലെ ആളുകളെ കുറ്റപ്പെടുത്താനും അവർക്കെതിരെ കേസ് ചാർജ് ചെയ്യാനും അതുപോലെ കോടതിയെ സമീപിക്കാനുമുള്ള അധികാരമുള്ള ഔദ്യോഗിക ഏജൻസിയാണത്. ആ ഔദ്യോഗിക ഏജൻസികൾ രാഷ്ട്രീയ വേട്ടയ്ക്ക് വേണ്ടി ഇത്തരം കാര്യങ്ങൾ ഉപയോഗിച്ചുകൂടാ എന്നുള്ളതാണല്ലോ ഏറ്റവും ഗൗരവമായിട്ടുള്ള കാര്യം. അങ്ങനെ ഉപയോഗിക്കാൻ പാടില്ല എന്നുള്ളതാണല്ലോ കോൺഗ്രസ് അടക്കമുള്ള നിലപാട്. ഇവിടെ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഇപ്പോൾ ഇത് ഇപ്പോഴും മാത്രം ഉണ്ടായ കാര്യമല്ലല്ലോ. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് നിങ്ങൾ ആലോചിക്കുക, യഥാർത്ഥത്തിൽ കേരളത്തിലെ ഭരണകക്ഷിയെ, പ്രത്യേകിച്ച് നേതാവ് ആദരണീയനായ കേരള മുഖ്യമന്ത്രിയെ, അദ്ദേഹത്തിൻ്റെ കുടുംബത്തെ എത്ര വലിയ നിലക്കുള്ള വേട്ടയാടലാണ് ഈ കേരളത്തിലെ കോൺഗ്രസിന്റെ എല്ലാ പിൻബലത്തോടും കൂടി BJP-ക്കാർ നടത്തിയിരിക്കുന്നത്. പ്രകാശ് മാസ്റ്റർ, ഞാൻ ചോദിച്ചതല്ല, ഈ സ്പെസിഫിക് ക്വസ്റ്റ്യനിലേക്ക് പ്രകാശ് മാസ്റ്റർ വന്നില്ല. അതായത് SFIOയുടെ അന്വേഷണം നടക്കുകയാണ് ഒരു ഭാഗത്ത്. അത് എങ്ങനെയാണ്? ആദായ നികുതി വകുപ്പിന്റെ റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിലായിരുന്നല്ലോ SFIO അന്വേഷണം ഉണ്ടായത്. അത് കമ്പനികാര്യ മന്ത്രാലയത്തിന്റെ കീഴിൽ വരുന്ന ഏറ്റവും ഉന്നതമായ ഒരു അന്വേഷണ സംഘമാണ്, ഏജൻസിയാണ് അന്വേഷിക്കുന്നത്. ഈ വീണ വിജയന്റെ എക്സാലോജിക്കുമായി ബന്ധപ്പെട്ട പണമിടപാട് നടത്തിയ എല്ലാ കമ്പനികൾക്കും SFIO നോട്ടീസ് നൽകിയിട്ടുണ്ട്. ഇനി കള്ളപ്പണ ഇടപാടുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് പ്രാഥമികമായി അവരൊരു വിവരങ്ങൾ നൽകിക്കൊണ്ട് കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണത്തിലേക്ക് കടക്കുകയാണ്. അതായത് സാങ്കേതികമായും നിയമപരമായും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നടപടിക്രമങ്ങളിലേക്ക് കടന്നു കഴിഞ്ഞിരിക്കുന്നു. അവിടെയാണ് പ്രകാശ് മാഷെ ഞാൻ ചോദിക്കുന്നത്, രാഷ്ട്രീയമായ ഒരു വിശദീകരണം നൽകിക്കൊണ്ട് പ്രതിരോധം തീർത്തുകൊണ്ട് ഇതിനെതിരെ നിലകൊള്ളാൻ കഴിയുമോ എന്ന്, ഇതിനെ നേരിടുകയല്ലാതെ മറ്റെന്തെങ്കിലും ഒരു മാർഗമുണ്ടോ എന്നാണ് എൻ്റെ ചോദ്യം. എന്നാൽ ഇതിനെ നിയമപരമായി നേരിടുന്നതിന് ധാരാളം മാർഗങ്ങളുണ്ട്. ഇപ്പോൾ ഞാൻ ചോദിക്കട്ടെ, നമ്മുടെ രാജ്യത്തിൻ്റെ ചരിത്രത്തിൽ ഒരു സ്ഥാപനത്തിനെതിരെ 3 ഏജൻസികൾ ഒരേ സമയം അന്വേഷിക്കുന്ന ഒരു കാര്യം നമ്മൾ എപ്പോഴെങ്കിലും കേട്ടിട്ടുണ്ടോ? ഇവിടെ രജിസ്ട്രാർ ഓഫ് കമ്പനീസ് പിന്നെ അന്വേഷണം നടക്കുന്നു, SFIയുടെ അന്വേഷണം നടക്കുന്നു. ഈ അന്വേഷണത്തിൽ തീർപ്പുണ്ടായിട്ടില്ലല്ലോ. തീർപ്പുണ്ടാകാതിരിക്കുന്ന സാഹചര്യത്തിൽ അവിടെ തെരഞ്ഞെടുപ്പാണ് വരുന്നത് എന്നുള്ളത് കൊണ്ട് ED അന്വേഷിക്കുകയാണ്. നിങ്ങൾ കാണാൻ വേണ്ടി കഴിയും, ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടാണല്ലോ നമ്മുടെ മാത്യു കുഴൽനാടൻ ഒരു കേസ് കൊടുത്തത്. വിജിലൻസ് കോടതിയിൽ കേസ് കൊടുത്തു. ആ കേസ് യഥാർത്ഥത്തിൽ നിലനിൽക്കുന്നില്ല, ഇതിൽ യാതൊരു അന്യായമായിട്ടുള്ള കാര്യങ്ങളുമില്ല എന്ന് പറഞ്ഞ് ആ കേസ് വിട്ടയച്ചല്ലോ. മാധ്യമങ്ങൾക്ക് അതൊരു വാർത്തയാവത്തില്ല. പിന്നീട് ഈ കാര്യം സംബന്ധിച്ച് നമ്മുടെ 2 കേസുകളാണല്ലോ. ഒന്ന് PMLA പ്രകാരം, അതായത് പ്രിവെൻഷൻ ഓഫ് മണി ലോണ്ടറിംഗ് ആക്ട്, ഇന്ന് പ്രതിപക്ഷ നേതാവ് പറഞ്ഞതുപോലെ. മറ്റൊന്ന് ആന്റി കറപ്ഷൻ ആണ്, പ്രിവെൻഷൻ ഓഫ് കറപ്ഷൻ ആക്ട് പ്രകാരം, അതായത് കള്ളപ്പണ ഇടപാടുകൾ നടന്നിട്ടുണ്ടോ എന്ന കാര്യത്തിൽ. ഇപ്പോൾ താങ്കൾ പറഞ്ഞതുപോലെ തന്നെ 2 ഏജൻസികൾ നൽകിയിരിക്കുന്ന റിപ്പോർട്ടുകളുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിലാണ് SFIO അന്വേഷിക്കുന്നത്. അത് കമ്പനികാര്യ മന്ത്രാലയത്തിന്റെ കീഴിലുള്ള ഒരു അന്വേഷണ ഏജൻസിയാണ്. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിനെ പോലെ ഒരു കേന്ദ്ര അന്വേഷണ ഏജൻസിയും ഇതിലേക്ക് വരുന്നു, കള്ളപ്പണ ഇടപാടുകൾ സംബന്ധിച്ച കാര്യങ്ങൾ പരിശോധിക്കാൻ വേണ്ടി. അപ്പോൾ നിയമപരമായി നേരിടുക എന്ന് പറഞ്ഞാൽ എവിടെയാണിപ്പോൾ? തോമസ് ഐസക് കോടതിയെ സമീപിച്ചു, KSIDC കോടതിയെ സമീപിച്ചു, കിഫ്ബി കോടതിയെ സമീപിച്ചു. എന്നിട്ടും കോടതി ഈ കാര്യത്തിൽ സമൻസിനോട് സഹകരിക്കാനാണ് തോമസ് ഐസക്കിനോട് പറഞ്ഞത്. അപ്പോൾ നിയമപരമായ പോരാട്ടം കൊണ്ട് നിങ്ങൾക്ക് ഇതിനകത്ത് എന്താണ് നിങ്ങൾക്ക് സൃഷ്ടിക്കാൻ കഴിയുന്നത് എന്നാണ് ഞാൻ ചോദിക്കുന്നത് പ്രകാശ് മാഷെ. ഇതിനെങ്ങനെ നിങ്ങൾ നേരിടാൻ പോകുന്നു എന്നാണ്. ആ ഭാഗത്തേക്ക് താങ്കൾ വന്നില്ല ഉത്തരത്തിൽ. നിയമവാഴ്ചയെ എങ്ങനെയാണ് BJP ഗവൺമെന്റ് സ്വാധീനിക്കുന്നത് എന്നുള്ളത് പറയാൻ ഒരുപാട് പ്രയാസങ്ങളുണ്ട് എന്നുള്ളത് നിങ്ങൾക്ക് അറിയാലോ. ഞാനക്കാരെ സംബന്ധിച്ച് പറയുന്നില്ല. എന്നാൽ ഇവിടെ നിങ്ങൾ കാണേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, 2019 എക്സാലോജിക്കുമായിട്ട് ബന്ധപ്പെട്ട ആദ്യത്തെ രജിസ്ട്രാർ ഓഫ് കമ്പനീസിന്റെ അന്വേഷണം നടക്കുന്നത്. എത്ര വർഷമായി? 4 വർഷക്കാലം കഴിഞ്ഞല്ലോ. ഇതുവരെ എന്തെങ്കിലും ഒരു കാര്യം അന്വേഷിച്ച് കണ്ടുപിടിക്കാൻ അവർക്കായില്ലല്ലോ. പിന്നീട് വിജിലൻസ് കോടതിയിൽ കേസ് വന്നു, തള്ളിക്കളഞ്ഞു. പിന്നെ വീണ്ടും നമ്മുടെ PC ജോർജിന്റെ മകൻ ഒരു കേസ് കൊടുത്തു. ആ കേസിന്റെ മേലെ 3 ROCമാരെ ചുമതലപ്പെടുത്തി അന്വേഷണം നടക്കുകയാണ്. അതിനിടയിലാണ് ഈ പറയുന്ന പോലെ ബാംഗ്ലൂർ ROCയുടെ ഒരു റിപ്പോർട്ട് എന്നതിലേക്ക് പറഞ്ഞുകൊണ്ട് നമ്മുടെ കേന്ദ്രമന്ത്രി രാജീവ് ചന്ദ്രശേഖരൻ്റെ ചാനലിന് അതിനൊരു റിപ്പോർട്ട് കിട്ടുകയും അതിൻ്റെ മേലെ ഉള്ള ഒരു കാര്യം എന്നുള്ളതിലേക്ക് പിന്നീട് SFI അന്വേഷണം വരികയും ചെയ്തത്. ഇവിടെ നിങ്ങൾ കാണാൻ വേണ്ടി ഞാൻ ചോദിക്കട്ടെ, കള്ളപ്പണം എന്ന് പറഞ്ഞാൽ എന്താ? ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉന്നയിക്കപ്പെട്ട ആക്ഷേപങ്ങൾ നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും. ആദ്യം പറഞ്ഞു വന്നത് മാസപ്പടിയാണെന്നാണ്, രണ്ടാമത് പറഞ്ഞ GST അടച്ചില്ലെന്നാണ്, മൂന്നാമത് പറഞ്ഞത് കേരള GST അടച്ചില്ലെന്നാണ്, പിന്നീട് ഈ കാര്യം സംബന്ധിച്ച് പറഞ്ഞു വന്നത് കള്ളപ്പണമാണെന്നാണ്. ഞാൻ ചോദിക്കട്ടെ, ഇവിടെ ഒരു 1.72 രൂപ കിട്ടി എന്നുള്ള കാര്യം സമ്മതിച്ച കാര്യമാണല്ലോ. എങ്ങനെയാണ് ഇതിന്റെ കരാർ എപ്പോൾ ഉണ്ടാക്കി? ഈ കാര്യങ്ങളെല്ലാം പുറത്തു വന്നിട്ടുള്ളതാണ്. ഇവിടെ ബാങ്ക് വഴിയാണോ കള്ളപ്പണം കൊടുക്കുക? ആദായ നികുതി സെറ്റിൽമെന്റ് ബോർഡ് ആണെങ്കിലും ഈ ആദായ നികുതി വകുപ്പിന്റെ ഇതിലാണെങ്കിലും റിപ്പോർട്ടുകളിൽ ഈ ഗുരുതരമായിട്ടുള്ള പിഴവുകൾ സംഭവിച്ചിട്ടുണ്ട്, മിസ്മാച്ചിങ് ഉണ്ട് എന്നാണ് റിപ്പോർട്ടുകൾ പുറത്തു വന്നിരിക്കുന്നത്.
അപ്പോൾ എല്ലാ കാര്യങ്ങൾക്കും ഒരു സൊല്യൂഷൻ ആയെന്ന് താങ്കൾ പറയുന്നതിൽ അർത്ഥമില്ല. മാത്രമല്ല SFIO ഈ ഇതുമായി ബന്ധപ്പെട്ട എക്സാലോജിക്കുമായി ബന്ധപ്പെട്ട പണമിടപാടുകൾ നടത്തിയിട്ടുള്ള മുഴുവൻ കമ്പനികൾക്കും നോട്ടീസ് നൽകിയിട്ടുണ്ട്. പണമിടപാടുകൾ ഏത് അടിസ്ഥാനത്തിലാണ് നടന്നത്, എന്ത് സേവനമാണ് നൽകിയത്, അതിൽ കള്ളപ്പണ ഇടപാടുകൾ നടന്നിട്ടുണ്ടോ എന്ന കാര്യമൊക്കെ പരിശോധിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അതിനിടയിലാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റും വന്നിരിക്കുന്നത്. അപ്പോൾ നിയമപരമായി അവർക്ക് അന്വേഷിക്കാൻ കഴിയില്ല എന്നൊന്നും ഒരു സമീപനം ഇപ്പോൾ എടുക്കാൻ പറ്റില്ലല്ലോ. ഒരു ഏജൻസിയെ ഞാൻ പറയാം കേന്ദ്ര ഗവൺമെന്റ് ഏജൻസിയും കോർപ്പറേറ്റ് ബോർഡ് ആവട്ടെ, രജിസ്റ്റർ ഓഫ് കമ്പനീസ് ആവട്ടെ, അതുപോലെ നമ്മുടെ ആദായ നികുതി വകുപ്പാവട്ടെ, ED ആവട്ടെ, അവരെല്ലാം BJPയുടെ താളത്തിനൊത്ത് തുള്ളുന്ന ഉപകരണങ്ങൾ മാത്രമാണ്. ഇപ്പം ഞാൻ ചോദിക്കട്ടെ, ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് നേരത്തെ തന്നെ ഉന്നയിക്കപ്പെട്ടിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ആക്ഷേപം എന്താ? ഇവിടെ 1.72 കോടി രൂപ വാങ്ങിയിരിക്കുന്നു എന്നുള്ള കാര്യത്തിൽ ആർക്കും അഭിപ്രായ വ്യത്യാസമില്ലല്ലോ. ആ സമ്മതിക്കപ്പെട്ട കാര്യമാണല്ലോ. ആ സമ്മതിക്കപ്പെട്ട കാര്യത്തിന് മേലെ പിന്നീട് കള്ളപ്പണം എന്ന് പറയുന്നതിന് എന്നാണ് ഞാൻ ചോദിക്കുന്നത്. നിങ്ങൾ പിന്നെ ഇതിനെ ഈ പറഞ്ഞ ഇന്ററിം സെറ്റിൽ ബോർഡിന്റെ കാര്യമായിട്ട് ബന്ധിപ്പിക്കേണ്ട കാര്യമില്ല. എന്തുകൊണ്ട്? ഇന്ററിം സെറ്റിൽമെന്റ് ബോർഡിലുള്ള മുമ്പിലുള്ള പെറ്റീഷൻ അത് CMRL പെറ്റീഷനാണ്. എന്താ പെറ്റീഷൻ? അവരുടെ കയ്യിൽ നിന്ന് ആദായ നികുതി അധികം പിടിച്ചു, അതിന് ഇളവ് കൊടുക്കണം എന്നുള്ളതാണ് ഇന്ററിം സെറ്റിൽ ബോർഡിന് മുമ്പിലുള്ള പെറ്റീഷൻ. അതിന് എക്സാലോജിക്കുമായിട്ട് യാതൊരു ബന്ധവുമില്ല. ഇന്ററിം സെറ്റിൽ ബോർഡ് മെൻ ബോർഡ് എക്സാലോജിക്കുമായിട്ടുള്ള ഒരു കാര്യവും ചർച്ച ചെയ്തിട്ടില്ല, അവരെ വിളിച്ചിട്ടില്ല. ഇന്ററിം സെറ്റിൽമെന്റ് ബോർഡ് ഈ വിഷയം പരിഗണിക്കുകയും അതിനെ തുടർന്നുണ്ടായിട്ടുള്ള പരിശോധനകളും ഒക്കെ അതിന്റെ ഈ ഏജൻസികൾ നടത്തിയിട്ടുള്ള പരിശോധനകൾ, അതിൽ തെളിഞ്ഞു വന്നിട്ടുള്ള കാര്യങ്ങൾ, അവർ നൽകിയിട്ടുള്ള റിപ്പോർട്ടുകൾ, അതിന്റെ അടിസ്ഥാനത്തിൽ ഈ SFIOയുടെ അന്വേഷണം പ്രഖ്യാപിക്കപ്പെട്ട സാഹചര്യം, ഇതൊക്കെ നമ്മുടെ മുന്നിലുണ്ട്. ഏതായാലും ഞാൻ ഒരു മിനിറ്റ് താങ്കളിലേക്ക് തിരിച്ചു വരാം. ഇനി രണ്ടാം ഘട്ടത്തിൽ ശ്രീ KP നൗഷാദ് അലി, യഥാർത്ഥത്തിൽ കോൺഗ്രസിന് എന്താണ് വേണ്ടത്? നിങ്ങൾ ഒരു കാര്യം തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിക്കുകയാണ്. ഇവിടെ ഈ ഇന്ററിം, ഞാൻ ഒരു കാര്യം പറയട്ടെ, ഇന്ററിം സെറ്റിൽമെന്റ് ബോർഡിന്റെ ഉത്തരവിനകത്ത് എക്സാലോജിക്കുമായിട്ട് ബന്ധപ്പെട്ട് അന്വേഷിക്കേണ്ട ഒരു കാര്യമില്ല. കാരണം എക്സാലോജിക്കൽ കക്ഷിയല്ല, കക്ഷിയാരാണ്? ഞാൻ വരാം പ്രകാശ് മാഷേ. നമ്മൾ പലതവണ ചർച്ച ചെയ്തിരിക്കുന്നതാണ്. വന്നിരിക്കുന്ന സാഹചര്യത്തിൽ നമ്മൾ ഈ വിഷയത്തെ ഈ തെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിലാണ് നമ്മൾ സമീപിക്കുന്നത്. മാഷേ, ഞാൻ തിരിച്ചു വരാം. ഭയപ്പെടുന്നില്ലെന്ന്. ശരി പ്രകാശ് മാഷേ, ഞാൻ തിരിച്ചു വരാം. അത് CPM അല്ല, വരട്ടെ. അല്ല, CPM സംസ്ഥാന സെക്രട്ടറി പറയുമെങ്കിൽ നാളെ നിങ്ങൾക്കെതിരെ അല്ല പ്രകാശ് മാഷ്, അതായത് ഇപ്പോൾ ED വിശ്വസിക്കാൻ പറ്റില്ല എന്ന് പ്രകാശ് മാഷ് പറഞ്ഞു. പിന്നെ അതേപോലെ തന്നെ മറ്റ് ഏജൻസികളുടെ കാര്യത്തിലും പ്രകാശ് മാഷ് പറഞ്ഞു ഇവരൊക്കെ BJPയുടെ കയ്യിലെ ഉപകരണങ്ങളാണെങ്കിൽ പിന്നെ ഈ രാജ്യത്തെ ഏത് അന്വേഷണ ഏജൻസിയെയാണ് ഈ CPM അല്ലെങ്കിൽ ഈ സർക്കാർ സ്വാഗതം ചെയ്യുക? ഇപ്പൊ CBI അന്വേഷണം വേണമെന്ന് ഷോൺ പറയുന്നു. സ്വാഗതം ചെയ്യാൻ കഴിയുമോ? അത് ശരിയല്ല. അത് നമുക്ക് ചർച്ച ചെയ്യാം. അധികാരപക്ഷമാവാതെ നമ്മുടെ രാജ്യത്തിലെ നീതിന്യായ വ്യവസ്ഥ സ്വതന്ത്രമാകാൻ പോകുന്നില്ല. അത് നമുക്ക് ചർച്ച ചെയ്യാം. ശ്രീ KP നൗഷാദ് അലി, യഥാർത്ഥത്തിൽ കോൺഗ്രസിന് എന്താണ് ഈ തെരഞ്ഞെടുപ്പ് വേളയിൽ വേണ്ടത്? BJPയും CPMും തമ്മിൽ ഒരു കൂട്ടുകെട്ടുണ്ടെന്ന് സ്ഥാപിക്കാൻ വേണ്ടി ഏതറ്റം വരെയും പോയി എന്തും പറയാമെന്നതാണോ നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? കാരണം രമേശ് ചെന്നിത്തല 2 ദിവസം മുൻപ് പറഞ്ഞ് നാക്ക് വായിലേക്ക് ഇട്ടിട്ടില്ല, എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കേരളത്തിലേക്ക് വരാൻ പോകുന്നില്ല, അതുകൊണ്ട് ആരും ഭയപ്പെടണ്ട എന്ന് പറഞ്ഞതിന് 48 മണിക്കൂർ കഴിയും മുൻപേ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് മാസപ്പടി കേസിലെ തുടർ നടപടികളിലേക്ക് കടക്കുകയാണ്. അപ്പോഴും നിങ്ങൾ പറയുന്നു ഇതൊരു അഡ്ജസ്റ്റ്മെന്റ് ആണെന്ന്. അപ്പോൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റോ CBIയോ ഏത് കേന്ദ്ര അന്വേഷണ ഏജൻസി ഇവിടെ അന്വേഷണത്തിന് വന്നാലും നിങ്ങൾക്ക് പറയാൻ ഒരു കാര്യമേ ഉള്ളൂ, ഇതെല്ലാം CPMും BJPയും തമ്മിലുള്ള അഡ്ജസ്റ്റ്മെന്റ് ആണ് എന്ന്. അങ്ങനെയാണെങ്കിൽ പിന്നെ ഈ കെജ്രിവാളിന്റെ കേസിൽ ആരാണ് ആദ്യം പരാതിക്കാരായിട്ട് നിന്നത്? കോൺഗ്രസ്സുകാരാണ് പരാതി കൊടുത്തത്. എന്നിട്ട് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നടപടികളിലേക്ക് കടന്നപ്പോൾ നിങ്ങൾ ഇന്ത്യ സഖ്യം ഉണ്ടാക്കി അതിനെതിരെ പ്രതിഷേധവുമായി വന്നു. അപ്പോൾ എന്താണ് കോൺഗ്രസ് ഇതിനകത്തുള്ള വ്യക്തമായ നിലപാട്? നിങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞും മറിഞ്ഞും കളിക്കുകയാണല്ലോ. ഗോപികൃഷ്ണ, ഇവിടെ നമ്മുടെ വിഷയം എന്താണെന്ന് വെച്ചാൽ 2017 മുതൽ 2021 വരെ CMRൽ നിന്ന് എക്സാലോജിക് എന്ന കമ്പനി 1.72 കോടി രൂപ പിന്നെ അവരുടെ സർവീസ് ചാർജായിട്ട് വാങ്ങിയെന്നും ആ സർവീസ് ചാർജ് ഒരു സേവനവും നൽകാത്തതിന് കൈപ്പറ്റിയ മുതിർന്ന ഒരു നേതാവിൻ്റെ മകളെന്ന നിലയിൽ കിട്ടിയ ഒന്നാണെന്നും ഇവിടെ
ഇൻ്ററിം സെറ്റിൽമെൻറ്റ് ബോർഡ് നിരീക്ഷിക്കുകയും ചെയ്തു. അതാണ് നമ്മുടെ മുന്നിലുള്ളൊരു പശ്ചാത്തലം. ഇപ്പോൾ പുതുതായിട്ട് ഇതാ എൻഫോഴ്സ്മെൻറ്റ് ECIR രജിസ്റ്റർ ചെയ്തിരിക്കുന്നു. എൻഫോഴ്സ്മെൻറ്റ് കേസ് ഇൻഫർമേഷൻ രജിസ്റ്റർ ഇവിടെ രജിസ്റ്റർ ചെയ്തിരിക്കുന്നു. അവിടെയാണ് നമ്മുടെ ഈ വിഷയം എത്തി നിൽക്കുന്നത്. ഇനിയിപ്പോൾ നിങ്ങൾ പറഞ്ഞ ഈ ചോദ്യങ്ങളൊക്കെ ഒന്ന് സമീപിക്കുകയാണെങ്കിൽ ഇവിടെ പിന്നെ 2020 മുതൽ ഈ വിഷയം സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് അന്വേഷിക്കുന്നുണ്ട്. അത് നമ്മൾ മനസ്സിലാക്കിയത് ഈ 2024 ഏതാനും ആഴ്ചകൾക്ക് മുമ്പ് ബാംഗ്ലൂർ ഹൈക്കോടതിയിൽ ഈ കേസിൻ്റെ അന്വേഷണം റദ്ദാക്കണമെന്ന് എക്സാലോജിക്കിൻ്റെ ഉടമ വീണ ചെന്ന് കേസ് കൊടുത്തപ്പോൾ അവർ നൽകിയ ഒരു വിവരം നമ്മൾ കേട്ടത് അപ്പോഴാണ്. 2020 തൊട്ട് അന്വേഷിക്കുന്നുണ്ട് എന്ന്. 4 വർഷമായിട്ട് അന്വേഷണം ഇവിടെ ഉണ്ട്. അതിൻ്റെ വിവരം നമ്മൾ അറിയുന്നത് ഇപ്പോഴാണ്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ തൊട്ടുമുമ്പ് ഈ അന്വേഷണം ഉണ്ട് എന്നുള്ളതാണ് നമ്മൾ അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. സമാനമായിട്ട് ഇവിടെ നമ്മുടെ ലൈഫ് മിഷൻ കോഴ കേസ് അന്വേഷിച്ചു, അതുപോലെ തന്നെ സ്വർണ്ണക്കടത്ത് കേസ് അന്വേഷിച്ചു, കരുവന്നൂർ ബാങ്ക് കേസ് അന്വേഷിച്ചു. ഈ അന്വേഷണങ്ങളിലൊക്കെ ഏതെങ്കിലും ഒരു ചെറുമീനുകളിൽ തട്ടി ഈ അന്വേഷണമൊക്കെ അവസാനിക്കാനുണ്ടായത്. അത് കസ്റ്റംസ് അന്വേഷിച്ചിട്ടുണ്ട്, ED അന്വേഷിച്ചിട്ടുണ്ട്, മറ്റ് ഏജൻസികളൊക്കെ അന്വേഷിച്ചിട്ടുണ്ട് സെൻട്രൽ ഗവൺമെൻറ്റുമായി ബന്ധപ്പെട്ട്. ഇപ്പം നേരത്തെ ഈ പറയപ്പെട്ട ഏജൻസികളൊക്കെ ഈ വിഷയങ്ങളിലൊക്കെ അന്വേഷണമായിട്ട് മുന്നോട്ട് വന്നിട്ടുണ്ട്. എവിടെയും ഒന്നും എത്തിയിട്ടില്ല എന്നുള്ളത് വളരെ കൃത്യമായിട്ട് നമുക്കറിയാം. ഇപ്പോൾ ഏറ്റവും അവസാനമായ കരുവന്നൂർ കേസിൽ 55ഓളം പ്രതികളുണ്ടായിരുന്നു. കേവലം 3-4 പേര് മാത്രമാണ് ജാമ്യം കിട്ടാതെ അകത്ത് കിടക്കുന്നത്. മറ്റെല്ലാവരും പുറത്താണ്. അതുപോലെ തന്നെ ഇവിടെ നമ്മുടെ സ്വപ്ന സുരേഷ് തൊട്ട് പിന്നെ പിണറായി വിജയൻ്റെ ആഫീസിലെ പ്രധാനിയായിരുന്ന ശിവശങ്കർ വരെ ഈ കേസുകളിലൊക്കെ അകത്ത് കിടന്നിട്ടുണ്ട്. ഈ സ്വപ്ന സുരേഷിൻ്റെ മറ്റൊരു വിശേഷം കൂടി ഞാൻ പറഞ്ഞുതരാം. അവർ ഈ ഏജൻസികൾക്ക് മുന്നിൽ മാത്രമല്ല കൺഫസ് സ്റ്റേറ്റ്മെൻറ്റ് കൊടുത്തത്. അവർ പുറത്ത് വന്ന് പരസ്യമായി പത്രസമ്മേളനം നടത്തിയിട്ട് പിണറായി വിജയനും ഭാര്യയ്ക്കും മകൾക്കും ഒക്കെ ഇതിലുള്ള പങ്ക് വിളിച്ചു പറഞ്ഞിട്ടുണ്ട്. ഇവിടെ ഡൽഹിയിലൊക്കെ കേജ്രിവാളിനെ ക്രൂശിച്ചതുപോലെ പ്രതികളെടുത്ത് നിന്ന് കൺഫസ് സ്റ്റേറ്റ്മെൻറ്റ് എഴുതി വാങ്ങിച്ചെന്ന് അറസ്റ്റ് ചെയ്യുകയാണ് ഉണ്ടായത്. കേജ്രിവാൾ മാത്രമല്ല, മനീഷ് സിസോദിയ, സത്യേന്ദ്ര ജെയിന്, സഞ്ജയ് സിംഗ് ഒക്കെ അങ്ങനെ വാങ്ങിയ കൺഫസ് സ്റ്റേറ്റ്മെൻറ്റ് ഉപയോഗിച്ചുകൊണ്ട് ഇവർ അനന്തകാലമായിട്ട് ജയിലിലിട്ട ആളുകളാണ്. ഇവിടെ ഈ ഏജൻസികൾക്ക് മുമ്പാകെ കൺഫസ് സ്റ്റേറ്റ്മെൻറ്റ് കൊടുത്തിട്ടുണ്ട്. അത് ഈ പ്രതിയായ സ്വപ്ന പുറത്ത് വന്ന് പരസ്യമായി പറഞ്ഞിട്ടുണ്ട്. അതിന് പുറമെ കൺഫസ് സ്റ്റേറ്റ്മെൻറ്റിന് സമാനമായ വിവരം അവർ പുറത്ത് പത്രസമ്മേളനം വിളിച്ച് പറഞ്ഞിട്ടുണ്ട്. ഇവിടെയൊന്നും ഈ ഏജൻസികൾക്കൊന്നും ഒരു മിണ്ടാട്ടവും ഇല്ല, ഒരു അനക്കവും ഇല്ല. അപ്പോൾ ഇത്തരത്തിൽ മുന്നോട്ട് പോകുന്ന ഏജൻസികളെ സംശയദൃഷ്ടിയോടുകൂടി കാണുകയും ഇവർ തമ്മിൽ വളരെ കൃത്യമായ കൊടുക്കൽ വാങ്ങലുണ്ട് എന്ന് മനസ്സിലാക്കുകയും ചെയ്യുക എന്നുള്ളതിന് വലിയ ബുദ്ധിയോ പാഴൂർ പഠിപ്പർ വരെ പോകേണ്ട. ശ്രീ KP നൗഷാദ്, നിങ്ങൾക്ക് ഇത്ര അവിശ്വാസമാണ് കേന്ദ്ര അന്വേഷണ ഏജൻസികളെ എങ്കിൽ അരവിന്ദ് കെജ്രിവാളിന്റെ കേസിൽ, അതായത് മദ്യനയ അഴിമതി കേസിൽ എന്തിനാണ് കോൺഗ്രസ് പരാതിക്കാരന്റെ വേഷം കിട്ടിയത്? അല്ല, ഇവിടെ ഞങ്ങൾ പിന്നെ പിണറായി വിജയനെ പോലെ ED അന്വേഷണം ആവശ്യപ്പെട്ട് കത്തയച്ചിട്ടൊന്നുമില്ല. അദ്ദേഹം ഏതാനും മാസങ്ങൾക്ക് മുമ്പ് കേരളത്തിൽ നടന്ന വിവാദ വിഷയത്തിലൊക്കെ EDക്ക് അന്വേഷണത്തിന് കത്തയച്ച കാര്യമൊക്കെ നമുക്കറിയാം. അങ്ങനെ ED വന്ന കാര്യമൊക്കെ അറിയാം. അതായത് വിശ്വാസം ഈ പറഞ്ഞ CPM-നാണ്. ഞങ്ങൾ ഡൽഹിയിൽ പത്രസമ്മേളനം നടത്തിയിട്ടാണ് ദുരൂഹമായ കാര്യമാണ് എന്ന് ഞങ്ങൾ പ്രസ്താവിച്ചത്, അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു ആരോപണം ഉന്നയിച്ചത്. അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ഡൽഹിയിലെ ചെറിയ ചെറിയ ജനോപകാരപ്രദമായ പദ്ധതികളുണ്ട്. മൊഹല്ല ക്ലിനിക്ക്, ശുദ്ധജല വിതരണം, വൈദ്യുതി സൗജന്യമാക്കൽ, നിശ്ചിത ശതമാനം യൂണിറ്റ് വരെ, സ്ത്രീകൾക്കുള്ള ബസ് യാത്ര സൗജന്യമാക്കൽ, ഇത്തരത്തിലുള്ള നിയമങ്ങൾക്കൊക്കെ എതിരെ നിന്ന സക്സേന എന്ന അവിടുത്തെ ലഫ്റ്റനന്റ് ഗവർണർ ഈ പറഞ്ഞ മദ്യ ഭേദഗതി നിയമമൊക്കെ ഒരു സുപ്രഭാതത്തിൽ വലിയ എതിർപ്പൊന്നുമില്ലാതെ ഒപ്പിട്ടപ്പോൾ അവർ തമ്മിലുള്ള അവിശുദ്ധ ബാന്ധവം കൂടി കെട്ടി അത് ചൂണ്ടിക്കാട്ടുകയാണ്. ഞങ്ങൾ മദ്യനയ അഴിമതി കേസിൽ കോൺഗ്രസ് പരാതിക്കാരായിരുന്നപ്പോൾ പിന്നെ ഈ രാജ്യത്ത് ആര് വന്ന് അന്വേഷിക്കുമെന്നാണ് നിങ്ങൾ കരുതിയത്? ഡൽഹി പോലീസിനെ നിങ്ങൾക്ക് വിശ്വാസമുണ്ടോ? കേന്ദ്ര അന്വേഷണ ഏജൻസികളെ നിങ്ങൾക്ക് വിശ്വാസമുണ്ടോ? അപ്പോൾ നിങ്ങൾക്ക് ഇവരൊന്നും വിശ്വാസമില്ല. പിന്നെ നിങ്ങൾ ആര് വന്ന് അന്വേഷിക്കുമെന്ന് കരുതിയിട്ടാണ് നിങ്ങൾ പരാതിപ്പെട്ടത്. അപ്പോൾ നിങ്ങളിതൊക്കെ രാഷ്ട്രീയം. എന്നാൽ ED വരുന്നു, കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്യുന്നു, അപ്പോൾ നിങ്ങൾ ചുവട് മാറ്റി. അപ്പോൾ നിങ്ങൾ പറയുന്നത് ഇത് രാഷ്ട്രീയമാണ്, രാഷ്ട്രീയ കളിയാണെന്ന് പറഞ്ഞ് പ്രതിഷേധമായി, പ്രതികരണങ്ങളായി, അങ്ങനെ നിങ്ങൾ ഇന്ത്യ സഖ്യത്തിൻ്റെ പിന്നെ ഐക്യത്തിൻ്റെ ആഹ്വാനമൊക്കെ അവിടെ നടത്തി. ഇവിടെ അതേപോലെ തന്നെ ED വരാൻ നിങ്ങളിപ്പോൾ ED വരുന്നു, CBI വന്നാലും ആര് വന്നാലും നിങ്ങൾ പറയാൻ പോകുന്നത് ഇതൊക്കെ അഡ്ജസ്റ്റ്മെൻ്റ് ആണെന്നാണ് അല്ലേ? അപ്പോൾ പിന്നെ ആരന്വേഷിച്ച് സത്യം പുറത്തു കൊണ്ടുവരുമെന്നാണ് കോൺഗ്രസ് കരുതുന്നത്? നിങ്ങൾക്ക് CBI പറ്റില്ല, നിങ്ങൾക്ക് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് പറ്റില്ല, നിങ്ങൾക്ക് കേന്ദ്ര അന്വേഷണ ഏജൻസികൾ ഒന്നും തന്നെ പറ്റില്ല, SFIO പോലും ഒരു നോട്ടീസ് പോലും ഇതുവരെ കൊടുത്തില്ലല്ലോ എന്നാണ് പ്രതിപക്ഷ നേതാവ് ഇന്ന് ചോദിച്ചത്. അപ്പോൾ പിന്നെ ആര് വന്ന് പരിശോധിച്ചാലാണ് നിങ്ങൾക്ക് തൃപ്തിയാവുക?
ഏതായാലും ഗോപികൃഷ്ണൻ്റെ ചോദ്യം പൂർത്തിയായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഏതായാലും കൃത്യമായ ചോദ്യമാണ് ഗോപികൃഷ്ണ. കോൺഗ്രസ് പ്രവർത്തകൻ എന്ന നിലയിൽ ഞാൻ മറുപടി പറഞ്ഞേ തീരൂ. ഞാൻ മറുപടി പറയാൻ പോവുകയാണ്. ഗോപികൃഷ്ണ, ഇവിടെ ഞങ്ങൾ കൃത്യമായിട്ട് സക്സേനയും അരവിന്ദ് കെജ്രിവാൾ സർക്കാരും മുമ്പില്ലാത്ത വണ്ണം ഒത്തുകളിച്ചൊരു മദ്യ ഭേദഗതി നയം മാറ്റി ഈ AAPയും BJPയും തമ്മിൽ ഒത്തുകളിച്ച വിഷയം ഞങ്ങൾ കൃത്യമായി ആരോപണമായിട്ട് ഉന്നയിച്ചിട്ടുണ്ട്. ആ ആരോപണം ഹൈക്കോർട്ടിൻ്റെയോ സുപ്രീം കോടതിയുടെയോ ഒക്കെ റിട്ടയർഡ് ജഡ്ജിയോ സിറ്റിംഗ് ജഡ്ജിയോ ഒക്കെ കമ്മീഷനായി വന്ന് അന്വേഷിച്ച് സത്യം തെളിയിക്കട്ടെ എന്നുള്ളത് തന്നെയാണ് ഞങ്ങൾ ഉദ്ദേശിച്ച് മുന്നോട്ട് പോയത്. അങ്ങനെ ഒരു ആരോപണവും ഒരു രാഷ്ട്രീയ വിഷയവും ഉപയോഗിച്ചുകൊണ്ട് ഡൽഹിയുടെ ഉപമുഖ്യമന്ത്രിയെ, മന്ത്രിയെ, മുഖ്യമന്ത്രിയെയൊക്കെ അനന്തകാലം അനിശ്ചിതകാലം ജയിലിലിടുക എന്ന ജനാധിപത്യ വിരുദ്ധ ഏർപ്പാടിനോട് അവരെന്ത് വലിയ കുറ്റവാളികളാണെങ്കിലും ഞങ്ങൾക്ക് എതിർപ്പുണ്ട്, ഒരു തർക്കവുമില്ല. ഇവിടെ കൃത്യമായിട്ട് BJP രാഷ്ട്രീയ അജണ്ട വെച്ചവരെ ക്രൂശിക്കുകയാണ് എന്നുള്ള ആ വിഷയം ഉയർത്തിപ്പിടിക്കേണ്ടത് കോൺഗ്രസിൻ്റെ ബാധ്യതയാണ്. ഇതൊരു ജനാധിപത്യ രാജ്യമാണ്. രണ്ടാമതായിട്ട് പിണറായി വിജയനുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ ഈ SFIയുടെ അന്വേഷണം നമ്മൾ അറിഞ്ഞില്ല 2020 തൊട്ട് നടന്നത്. ഞാൻ പറഞ്ഞല്ലോ നിങ്ങളോട്, 2-3 പ്രമാദമായ കേസുകൾ, ലൈഫ് മിഷൻ ആവട്ടെ, സ്വർണ്ണക്കള്ളക്കടത്താവട്ടെ, കരുവന്നൂരാവട്ടെ, ഇതിലൊക്കെ കൺഫസ് സ്റ്റേറ്റ്മെൻറ്റുകളും അതിൻ്റെ അപ്പുറത്തും ക്ലിഫ് ഹൗസിലേക്ക് നീളുന്ന, പിണറായി വിജയനിലേക്കും കുടുംബാംഗങ്ങളിലേക്കൊക്കെ നീളുന്ന കൺഫസ് സ്റ്റേറ്റ്മെൻറ്റ് താൻ കൊടുത്തു എന്ന് പ്രതിയായ ഒരാൾ പുറത്ത് വന്ന് പരസ്യമായി പറഞ്ഞിട്ടും ഈ കൺഫസ് സ്റ്റേറ്റ്മെൻറ്റ് വെച്ച് എതിരാളികളെ കൊടുക്കുന്നതിൻ്റെ ആശാന്മാരായ ഈ EDയും കസ്റ്റംസും ഇൻകം ടാക്സും ഒന്നും ഒരക്ഷരം ആ വിഷയത്തിൽ ഉരിയാടിയിട്ടുമില്ല, ഒരു ഇഞ്ച് പോലും മുന്നോട്ട് നീങ്ങിയിട്ടുമില്ല. ഈ സംശയാസ്പദമായ സാഹചര്യത്തെ ജനങ്ങൾക്ക് മുന്നിൽ അനാവൃതമാക്കേണ്ടത് പ്രതിപക്ഷ പാർട്ടി എന്ന നിലയ്ക്ക് കോൺഗ്രസിൻ്റെ ചുമതലയാണ്. അതിനോടൊപ്പം നിൽക്കേണ്ടവരാണ് മാധ്യമങ്ങൾ. ഞങ്ങൾ ആ ചുമതല നിർവഹിക്കുന്നതിന് ആരും ഇവിടെ കുണ്ഠിതപ്പെട്ടിട്ട് യാതൊരു കാര്യമില്ല. നിങ്ങൾ ആ ചുമതല നിർവഹിക്കുമ്പോൾ അതിനകത്ത് ഒരു ഇരട്ടത്താപ്പ് കാണുന്നു. ഇപ്പോൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഈ നടപടിയൊന്നും എടുത്തില്ലെങ്കിൽ രമേശ് ചെന്നിത്തല പറഞ്ഞ വാക്കുകൾ അവിടെ മുഴങ്ങി കേൾക്കും, ED കേരളത്തിലേക്ക് വരികയില്ല എന്ന്. ED വന്ന് ഇപ്പോൾ അടുത്ത തുടർ നടപടികൾ കടക്കുമ്പോൾ അപ്പോഴും നിങ്ങൾക്ക് പറയാനൊരു ന്യായമുണ്ട്, ഇതൊക്കെ അവർ തമ്മിലുള്ള അഡ്ജസ്റ്റ്മെന്റും നാടകവുമാണെന്ന്. അപ്പോൾ എങ്ങനെ മറിഞ്ഞാലും നിങ്ങൾക്ക് പറയാനുള്ളത് ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് ഒരൊറ്റ കാര്യമാണ്, അത് BJP CPM കൂട്ടുകെട്ടാണെന്നുള്ള പ്രതിപക്ഷ നേതാവ് VD സതീശൻ എന്ന് ആവർത്തിച്ച് പറഞ്ഞത് ലാവ്ലിൻ കേസ് 38 തവണ മാറ്റിവെച്ചതിന് പിന്നിലെ നാടകം എന്തായിരുന്നു എന്ന് ചോദിച്ചുകൊണ്ടാണ്. അതായത് നിങ്ങളുടെ പോയിന്റ് ഒറ്റൊന്നാണ്, അത് കേരളത്തിൽ BJP CPM ബാന്ധവമുണ്ട് എന്നാണ്. അതിന് EP ജയരാജൻ, രാജീവ് ചന്ദ്രശേഖർ അവരുടെ ഭാര്യമാരുടെ ഈ ബിസിനസ് കച്ചവടത്തെക്കുറിച്ചാണ് പറയുന്നതെങ്കിലും അതല്ല എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് പോലുള്ള കേന്ദ്ര അന്വേഷണ ഏജൻസികളുടെ വരവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണെങ്കിലും അതല്ല അവിടെ ഡൽഹിയിൽ അരവിന്ദ് കെജ്രിവാൾ അറസ്റ്റ് ചെയ്ത സംഭവത്തോടുള്ള പ്രതികരണത്തിൻ്റെ കാര്യം എന്ത് പറഞ്ഞാലും നിങ്ങൾ പറയുന്നത് ഒരു BJP CPM കൂട്ടുകെട്ടെന്നാണ്. അപ്പോൾ നിങ്ങൾ അവിടെ ഒരു കാര്യം ഫിക്സ് ചെയ്തിരിക്കുകയാണ്, ED വന്നാലും അത് നാടകം, ED വന്നില്ലെങ്കിലും അത് നാടകം. ഞാൻ ഒരു മിനിറ്റ്, ശ്രീ ബി ഗോപാലകൃഷ്ണൻ, എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അടക്കമുള്ള കേന്ദ്ര അന്വേഷണ ഏജൻസികളുടെ വരവ് കേരളത്തിൽ സംശയം ജനിപ്പിക്കുന്നതിന് ഒരു കാര്യം പറഞ്ഞിട്ടെ ഗോപികൃഷ്ണ, ഒറ്റ കാര്യം പറഞ്ഞിട്ട് താങ്കൾ പോയിക്കോളൂ. അതായത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇതിലെ പൊളിറ്റിക്സ് വളരെ ലളിതമാണ് ഗോപികൃഷ്ണൻ. കാരണം ഇവിടെ BJPയെ സംബന്ധിച്ചിടത്തോളം CPM മൂന്നാമതും തുടർഭരണം നടത്തണം, CPM വലിയ മുന്നേറ്റം നടത്തണം, അതുവഴി UDF ശിഥിലമാകണം, കോൺഗ്രസ് ക്ഷയിക്കണം. അങ്ങനെ വരുമ്പോൾ മാത്രമേ BJPക്ക് ഇവിടെ ഒരു എൻട്രി ഉള്ളൂ. കേരളത്തിൻ്റെ രാഷ്ട്രീയ സന്തുലിതത്വം തകർക്കണം, അതാണ് BJPയുടെ ലക്ഷ്യം. അതിൻ്റെ ഒന്നാമത്തെ ഗുണഭോക്താവ് പിണറായി വിജയനും അദ്ദേഹത്തിൻ്റെ ആരാധകരും അടങ്ങിയ കേരള CPM ആണ്. അതുകൊണ്ട് തന്നെ തങ്ങൾക്ക് ശേഷം പ്രളയമെന്ന മട്ടിൽ പോകുന്ന പിണറായി വിജയന്റെ CPM-ഉം BJPയും തമ്മിൽ ആ ലക്ഷ്യത്തിന് വേണ്ടി ഇവിടെ കൈകോർക്കുകയാണ്. അതിനുവേണ്ടി അവർ ചിലപ്പോൾ നായക വേഷവും പ്രതിനായക വേഷവും നായിക വേഷവും ഒക്കെ മാറി മാറി കെട്ടി ജനങ്ങളെ കബളിപ്പിക്കാൻ നോക്കും. ഞങ്ങൾ അതിനെതിരെ അതിശക്തമായ രാഷ്ട്രീയ പ്രതിരോധം ഉയർത്തും. അതിനിവിടെ നിങ്ങൾ ഇത്തരത്തിലൊന്നും പറഞ്ഞതുകൊണ്ട് പരിഹാരമാവുകയില്ല. ശ്രീ ബി ഗോപാലകൃഷ്ണൻ, കൈവിലങ്ങിട്ട് ജയിലിൽ കിടത്തിയാലും ഡൽഹിയുടെ ഭരണം വിട്ടുകൊടുക്കില്ല എന്ന് കാണിക്കുകയാണ് അരവിന്ദ് കെജ്രിവാൾ 2 സർക്കാർ ഉത്തരവുകൾ പുറത്തിറക്കിക്കൊണ്ട്. അതിന് തൊട്ടു പിന്നാലെ കേരളത്തിൽ നാളെ ഈ തെരഞ്ഞെടുപ്പിനുള്ള വിജ്ഞാപനം, അതായത് നമ്മുടെ 2ാം ഘട്ട തെരഞ്ഞെടുപ്പിന് വിജ്ഞാപനം ഇറങ്ങാൻ അല്ലെങ്കിൽ പോളിംഗ് ബൂത്തിലേക്ക് കേരളം നടന്നെത്താൻ വെറും 30 നാൾ മാത്രം അകലെ നിൽക്കുമ്പോഴാണ് മുഖ്യമന്ത്രിയുടെ മകൾ ഉൾപ്പെട്ട കേസിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഒരു പ്രാഥമിക റിപ്പോർട്ട് നൽകിക്കൊണ്ട് അവർ തുടരന്വേഷണത്തിലേക്ക് കടക്കുന്നത്. ഇവിടെ തോമസ് ഐസക് അരവിന്ദ് കെജ്രിവാൾ നേരിട്ടതുപോലെ സമാനമായ ഒരു സ്ഥിതിവിശേഷത്തിൽ നിൽക്കുകയുമാണ്. തെരഞ്ഞെടുപ്പാണ് ഇവിടെ ഉള്ളത്. ഈ ED കേന്ദ്ര അന്വേഷണ ഏജൻസികൾ അടക്കമുള്ളവരുടെ രാഷ്ട്രീയ താല്പര്യത്തോടു കൂടിയുള്ള ഇടപെടൽ എന്നത്
CPM-നെ സംബന്ധിച്ച് ഈ തെരഞ്ഞെടുപ്പിലെ പ്രധാനപ്പെട്ട ഒരു വിഷയമായി അവർ ഉയർത്തിക്കൊണ്ടുവരികയും ചെയ്യുന്നുണ്ട്. അവിടെയാണ് ഈ സംഭവങ്ങളുള്ളത്. അവിടെ കോൺഗ്രസ് ചോദിച്ച ഒരു ചോദ്യത്തിന് പ്രസക്തിയുണ്ട്. എവിടെ പോയി സ്വർണ്ണക്കടത്ത് കേസുമായി ബന്ധപ്പെട്ട കേന്ദ്ര അന്വേഷണ ഏജൻസികളുടെ അന്വേഷണങ്ങൾ? എവിടെ പോയി ലൈഫ് മിഷൻ കോഴയുമായി ബന്ധപ്പെട്ട അന്വേഷണങ്ങൾ? എവിടെ പോയി കരുവന്നൂർ സഹകരണ ബാങ്കിലെ തട്ടിപ്പുമായി ബന്ധപ്പെട്ട ED-യുടെ അന്വേഷണങ്ങൾ? അപ്പോൾ കേരളത്തിൽ അന്വേഷണങ്ങൾ പ്രഖ്യാപിക്കുകയും ED വരികയും അല്ലാതെ ഒന്നും ഇവിടെ സംഭവിക്കാൻ പോകുന്നില്ല. അങ്ങനെ വിരട്ടുക, വെറുതെ വിരട്ടി നിർത്തുക, അതിനുശേഷം പിന്നീട് ഒരു ഒത്തുതീർപ്പുണ്ടാക്കുക, ധാരണയുണ്ടാക്കുക, ലാവ്ലിൻ കേസ് 38ാം തവണയും മാറ്റിവെക്കാൻ വേണ്ടിയുള്ള അന്തർധാര പിന്നിൽ പ്രവർത്തിക്കുക, ഇങ്ങനെ ഒരു കേരളത്തിൻ്റെ പൊതുസമൂഹത്തിന് സംശയിക്കാവുന്ന തരത്തിൽ ചില പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ, വാദങ്ങൾ കേരളത്തിൽ പ്രതിപക്ഷം ഉന്നയിക്കുകയാണ്. അപ്പോൾ ED അടക്കമുള്ള കേന്ദ്ര അന്വേഷണ ഏജൻസികളുടെ യഥാർത്ഥ ദൗത്യം, അവരുടെ സത്യസന്ധത, ഈ കേസ് അന്വേഷണത്തിൽ അവരുടെ ആത്മാർത്ഥതയൊക്കെ കേരളത്തിൽ ചോദ്യം ചെയ്യപ്പെടുകയല്ലേ? അവിടെയല്ലേ BJP-യുടെ രാഷ്ട്രീയ താല്പര്യം എന്നത് മറനീക്കി പുറത്തു വരുന്നത്? കോൺഗ്രസ് ഇതേ ചോദ്യമായിരുന്നല്ലോ ഡൽഹിയിൽ ഉയർത്തിയത്. അജയമാക്കാൻ്റെ പത്രസമ്മേളനത്തിൽ പറഞ്ഞത് കെജ്രിവാളുമായിട്ട് ധാരണയുണ്ട്, അതുകൊണ്ടാണ് കെജ്രിവാളിൻ്റെ ഈ 100 കോടി ഈ കൈക്കൂലിയുമായി ബന്ധപ്പെട്ട, ബ്രൈബുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ED ഒന്നും ചെയ്യാത്തത്. ഇതായിരുന്നു കോൺഗ്രസ്സുകാർ ഡൽഹിയിൽ ഉയർത്തിയത്. അതുകൊണ്ട് കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്യണം എന്ന് അതിശക്തമായി വാദിക്കുകയും അതിനുവേണ്ടി സമരം നടത്തുകയും പത്രസമ്മേളനം നടത്തുകയും ചെയ്തത് കോൺഗ്രസ് ആയിരുന്നു. ഇവിടെ VD സതീശൻ ചെയ്യുന്നത് അവിടെ അജയമാക്കാനാണ് ചെയ്തത്. അതേ വ്യത്യാസമുള്ളൂ. 2 പേര് സംസാരിക്കുമ്പോഴും രാഹുൽ ഗാന്ധി അതൊക്കെ കേട്ടിട്ടുണ്ട്, സോണിയാഗാന്ധി അതൊക്കെ കേട്ടിട്ടുണ്ട്, വേണുഗോപാൽ അതൊക്കെ കേട്ടിട്ടുണ്ട്, കോൺഗ്രസിൻ്റെ ഹൈക്കമാൻഡും അതൊക്കെ കേട്ടിട്ടുണ്ട്. അത് 2 പേര് സംസാരിക്കുമ്പോഴും കോൺഗ്രസ്സുകാർ അതൊക്കെ അംഗീകരിച്ചുകൊണ്ടാണ് നിന്നത്. പക്ഷേ ഇപ്പോൾ കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്തു. അപ്പോൾ ഇന്ന് നിലപാടാണ് കോൺഗ്രസ് സ്വീകരിച്ചത്. അജയമാക്കാൻ വേണ്ടുന്നില്ല. പക്ഷേ രാഹുൽ ഗാന്ധി പറയുന്നു കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്തത് രാഷ്ട്രീയ പ്രേരിതമാണ്. ഞങ്ങളിപ്പോൾ ഇന്ത്യ സഖ്യം ഒന്നിച്ചു നിന്ന് വലിയ പ്രകടനവും വലിയ പൊതുയോഗവും ഒക്കെ നടത്തി BJP-യെ തകർക്കാൻ പോവുകയാണ്. ഇത്രയും നാളും ED വരാൻ വേണ്ടി പറഞ്ഞു, അറസ്റ്റ് ചെയ്യാൻ പറഞ്ഞു. കെജ്രിവാളിൻ്റെ ഈ എന്താ പറയുക, ഇത്ര വലിയ ആ കളവ്, ആ തട്ടിപ്പ്, ആ മാഫിയ പ്രവർത്തനം, അത് ആദ്യമേ വെളിയിൽ കൊണ്ടുവന്നത് ഈ കോൺഗ്രസ്സാണ്. കോൺഗ്രസിൻ്റെ പത്രസമ്മേളനത്തിൽ കൂടെയാണ് അത് ആദ്യം രാഷ്ട്രീയമായി വെളിയിലേക്ക് വരുന്നത്. അതേ കോൺഗ്രസ്സാണ് ഇപ്പോൾ കെജ്രിവാളിൻ്റെ കൂടെ. ഇപ്പുറത്ത് വന്നാലോ കേരളത്തിൽ വന്നാലോ, കേരളത്തിലും കെജ്രിവാളിന് വേണ്ടിയാണ് സംസാരിക്കുന്നത് കോൺഗ്രസ്. അപ്പം നിങ്ങളല്ലേ അവിടെ കെജ്രിവാളിന് എതിരായിട്ട് സംസാരിച്ചെന്ന് പറഞ്ഞാൽ അതിന് ഉത്തരവില്ല. അപ്പോൾ പറയുന്നത് ഇപ്പം അറസ്റ്റ് ചെയ്യാൻ പാടില്ല എന്ന് വെച്ചാൽ അതിന് അർത്ഥം എന്താ? നിയമത്തിൻ്റെ വഴിക്കും തെരഞ്ഞെടുപ്പിൻ്റെ വഴിക്കും പോവും. ഒരു തെരഞ്ഞെടുപ്പുണ്ട് എന്ന് വെച്ച് കോടതി മുഴുവനും അടച്ചിടാൻ പറ്റുമോ? ഒരു തെരഞ്ഞെടുപ്പുണ്ട് എന്ന് വെച്ച് കോടതികൾക്ക് പ്രവർത്തിക്കാതിരിക്കാൻ പറ്റുമോ? നിയമത്തിൻ്റെ വഴിക്ക്, കോടതിയുടെ വഴിക്ക്. ഉപ്പ് തിന്നവർ വെള്ളം കുടിക്കും. അത് VD സതീശനായാലും പിണറായി വിജയനായാലും പിണറായി വിജയൻ്റെ മകളായാലും അത് തോമസ് ഐസക്കായാലും ഉപ്പ് തിന്നിട്ടുണ്ടോ വെള്ളം കുടിച്ചിരിക്കും. ഞാൻ ഒരു കാര്യം അസന്നിഗ്ധമായി പറയാം. നിങ്ങൾ എന്ത് രാഷ്ട്രീയമാണ്, നിങ്ങൾ ED-യെ വെച്ച് പിടിക്കുകയാണ്, നിങ്ങൾ ED-യെ വെച്ചിട്ട് കീഴ്പ്പെടുത്തുകയാണ്, നിങ്ങൾ എന്ത് ആരോപണം വേണമെങ്കിലും പറഞ്ഞോളൂ. പക്ഷെ ഞാൻ അസന്നിഗ്ധമായി വെട്ടി തുറന്നു പറയാൻ ആഗ്രഹിക്കുകയാണ്, ഒരെണ്ണം രക്ഷപ്പെടില്ല. കട്ട് തിന്നിട്ടുണ്ടെങ്കിൽ ഒരെണ്ണത്തിനെ ഞങ്ങൾ വെറുതെ വിടില്ല. അത് നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുൻപേ തൊട്ട് കേൾക്കാൻ തുടങ്ങിയതില്ലേ ശ്രീ ഗോപാലകൃഷ്ണൻ? കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് തൊട്ട് കേൾക്കാൻ തുടങ്ങിയതാണ്. എന്ന് വെച്ചത് മുഴുവൻ അവസാനിപ്പിച്ച് പോയിട്ടില്ലല്ലോ. കെജ്രിവാളിൻ്റെ കാര്യത്തിലും അങ്ങനെ തന്നെ ആയിരുന്നു. സമയമാകുമ്പോൾ ചെയ്യേണ്ടതെല്ലാം ചെയ്യും, നടക്കേണ്ടതെല്ലാം നടക്കും. വളരെ പെട്ടെന്ന് ED ഇങ്ങോട്ട് ഓടി വരിക. എന്നിട്ട് പിണറായി വിജയനെ അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നൗഷദ് അലിക്ക് ഭയങ്കര സന്തോഷമായി, കോൺഗ്രസ്സുകാർക്ക് വലിയ സന്തോഷമായി. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ രണ്ടാമത്തെ സ്റ്റെപ്പ് എന്താ? രണ്ടാമത്തെ സ്റ്റെപ്പ് ED ഉപയോഗിച്ചുകൊണ്ട് BJP ഇത് ചെയ്തു എന്ന് പറഞ്ഞിട്ടുള്ള ആരോപണവും. ഇതല്ലേ ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്? കെജ്രിവാളിൻ്റെ അതേ സ്ഥിതിയല്ലേ ഇവിടെ. അപ്പോൾ ED വരേണ്ട സമയത്ത് വരും, ചെയ്യേണ്ട സമയത്ത് ചെയ്യും. ED അല്ല, എല്ലാ അന്വേഷണ ഏജൻസിയും അവരുടെ സൗകര്യവും അവരുടെ സ്വാതന്ത്ര്യവും അവരുടെ ഇൻവെസ്റ്റിഗേഷനും വേണ്ടി കൊടുത്തിരിക്കുകയാണ്. നിങ്ങൾ ഇന്നുവരെ കണ്ടത്, ഇന്ത്യ ഇന്നുവരെ കണ്ടത്, അത് കോൺഗ്രസിൻ്റെ കേന്ദ്ര ഭരണ കാലഘട്ടത്തിലായാലും കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയുടെ കേരള ഭരണകാല ആണെങ്കിലും ഏജൻസി മുഴുവൻ അവരുടെ കൈകളിൽ നിർത്തിയിരിക്കുകയായിരുന്നു. അതുകൊണ്ടാണല്ലോ സിദ്ധാർത്ഥിൻ്റെ കാര്യത്തിൽ എല്ലാ കാര്യവും ചെയ്തു. ആ പാവ അച്ഛനും അമ്മയും വന്ന് പറഞ്ഞിട്ടും നിങ്ങളല്ലേ കഴിഞ്ഞ ദിവസം ചർച്ച നടത്തിയത്. ആ സിദ്ധാർത്ഥൻ്റെ കാര്യത്തിൽ ഒരു ആഭ്യന്തരമന്ത്രിയായിട്ടുള്ള പിണറായി വിജയൻ, മുഖ്യമന്ത്രിയായി പിണറായി വിജയൻ ആ തട്ടിപ്പ് കാണിച്ചില്ലേ? ഞങ്ങൾ ഈ തട്ടിപ്പൊന്നും കാണിക്കാൻ
പോകുന്നുമില്ല, ചെയ്യൂല. ഇന്നലെ ആലത്തൂരിൻ്റെ സ്ഥാനാർത്ഥി സരസു ടീച്ചർ ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രിയുമായി സംസാരിക്കുമ്പോൾ ഈ കരിവന്നൂർ വിഷയത്തെക്കുറിച്ച് ആ സ്ഥാനാർത്ഥി സംസാരിച്ചു. അതിന് ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി പറഞ്ഞത് എന്താ? ടീച്ചർ ധൈര്യമായിട്ടിരുന്നോളൂ, അവിടെ അന്വേഷണം നടക്കുന്നുണ്ട്. അതിൻ്റെ തെളിവുകൾ കൃത്യമായി വരുന്നതോടെ അവിടെ ആരൊക്കെയാണോ തെറ്റ് ചെയ്തത് അവരെല്ലാം ക്രൂശിക്കപ്പെടും എന്ന് മാത്രമല്ല, സ്വത്തൊക്കെ ആർക്കൊക്കെ നഷ്ടപ്പെട്ടിട്ടുണ്ടോ ആ നഷ്ടപ്പെട്ടവർക്കെല്ലാം അത് തിരിച്ചെടുക്കാനുള്ള ശ്രമവും നടക്കുന്നുണ്ട്. ഇത് തന്നെയാണല്ലോ ഇ ഡി ചെയ്തുകൊണ്ടിരിക്കുന്നത്. ശ്രീ ബി ഗോപാലകൃഷ്ണൻ, അത് പ്രധാനമന്ത്രി പറഞ്ഞത്. പക്ഷേ ഹൈക്കോടതി പറഞ്ഞത് അങ്ങനെയല്ല. ഹൈക്കോടതി ഇ ഡിയോട് ചോദിച്ചത് അങ്ങനെയല്ല, നിങ്ങൾ എന്തെടുക്കുകയാണെന്നാണ്. ഇങ്ങനെ തന്നെയായിരുന്നല്ലോ ഹൈക്കോടതി കെജ്രിവാളിൻ്റെ അറസ്റ്റിൻ്റെ സമയത്തും ചോദിച്ചത്. നിങ്ങൾ ഇത്രയും കാലം എന്തേ ഇയാളെ അറസ്റ്റ് ചെയ്യാതിരുന്നെന്നാണ് ചോദിച്ചേ. ഇത്രയും കാലം നിങ്ങൾ എന്തേ വൈ യു ഹാവ് നോട്ട് അറസ്റ്റഡ് ദിസ് മാൻ ടിൽ ദ ഡേറ്റ് എന്ന് ചോദിച്ചു. പക്ഷെ നിങ്ങളുടെ നിങ്ങൾ ഒരിക്കലും നിങ്ങളുടെ ഈ 24 ചാനലിൽ പറഞ്ഞിട്ടില്ലല്ലോ. നിങ്ങളിപ്പോൾ ഹൈക്കോടതിയുടെ കാര്യം പറഞ്ഞു. ഡൽഹി ഹൈക്കോടതി പറഞ്ഞത് എന്താ പറയാതിരുന്നത്? കെജ്രിവാളിനെ നിങ്ങൾ എന്തുകൊണ്ട് അറസ്റ്റ് ചെയ്തില്ല, അതുകൊണ്ട് ഞങ്ങൾ ഒരു പരിരക്ഷയും തരില്ല എന്ന് പറഞ്ഞത് നിങ്ങൾ പറഞ്ഞോ? നിങ്ങൾക്ക് സൗകര്യമുള്ളത് കൊടുക്കാം, നിങ്ങൾക്ക് സൗകര്യമുള്ളതുപോലെ ചെയ്യാം. താങ്കളാണല്ലോ പറഞ്ഞത് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഇവിടെ വരുന്നു, കേന്ദ്ര അന്വേഷണ ഏജൻസികൾ പരിശോധിക്കുന്നു, അന്വേഷിക്കുന്നു, കണ്ടെത്തുമെന്ന്. 4-5 കൊല്ലമായല്ലോ നമ്മളിത് കേൾക്കാൻ തുടങ്ങിയിട്ട്. സ്വർണ്ണക്കടത്ത് കേസിന്റെ സമയത്ത് ഏജൻസികൾ ഒരുപാട് വന്നു, ലൈഫ് മിഷൻ പദ്ധതിയുടെ കേസിൽ ഒരുപാട് വന്നു, പിന്നെ കരുവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പ് കേസിൽ ഇതാ ഇപ്പോൾ അറസ്റ്റ് നടക്കും, തൊട്ടടുത്ത ദിവസം നടക്കുമെന്ന് പറഞ്ഞു. അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ അന്വേഷണം ഇപ്പോഴും ഇഴഞ്ഞു നീങ്ങുന്നു. അതെന്തുകൊണ്ടെന്ന് ഹൈക്കോടതി ചോദിക്കുന്നു. ഇപ്പോൾ ഇതാ മുഖ്യമന്ത്രിയുടെ മകൾ ഉൾപ്പെട്ടിരിക്കുന്ന മാസപ്പടി കേസിലായാലും ഈ തോമസ് ഐസക്കിനെതിരായിട്ടുള്ള കിഫ്ബി മസാല ബോണ്ട് കേസിലായാലും ഒക്കെ വരുന്നു എന്ന് പറയുന്നതല്ലാതെ ഒരു നടപടിയിലേക്ക് ഇതുവരെ കടന്നിട്ടില്ല ശ്രീ ബി ഗോപാലകൃഷ്ണൻ. അതുകൊണ്ട് ഈ അന്വേഷണ ഏജൻസികളുടെയൊക്കെ ഉദ്ദേശം എന്താണ് എന്ന് പൊതുസമൂഹം സംശയിക്കുന്ന നിലയിലേക്ക് കാര്യങ്ങൾ പോകുന്നു. അവിടെയാണ് പ്രതിപക്ഷം ഉന്നയിക്കുന്ന ഈ ആക്ഷേപങ്ങൾ നിലനിൽക്കുന്നത്. അവിടെയാണ് CPM പറയുന്നത് ഈ BJP-ക്കാരുടെ കൂലിപ്പണി ചെയ്യാൻ വേണ്ടി വരുന്നവരാണ് ഇവരെന്നുള്ള ആക്ഷേപം അവർ ഉന്നയിക്കുന്നത്. അല്ല, ഈ പ്രതിപക്ഷത്തിന് എന്ത് വേണേലും ഉന്നയിക്കാമെന്ന്, എന്ത് തിരിച്ചും മറിച്ചും തിരിച്ചും ഉന്നയിക്കാം. അതാണല്ലോ ഡൽഹിയിലെ കാര്യം ഞാൻ നിങ്ങളോട് പറഞ്ഞത്. ഡൽഹിയിലെ കോൺഗ്രസ് പറഞ്ഞത് എന്തായിരുന്നു എന്ന് നിങ്ങളോട് ഞാൻ പച്ച മലയാളത്തിൽ പറഞ്ഞതും ഈ പ്രേക്ഷകർ കേട്ടിട്ടുണ്ടല്ലോ. കെജ്രിവാളിനെതിരായിട്ട് അറസ്റ്റ് ചെയ്യാതെ കെജ്രിവാളിനെ ഇങ്ങനെ സമൻസ് നീട്ടി കൊടുക്കുന്നത് കെജ്രിവാളും BJPയും തമ്മിലുള്ള അന്തർധാരയാണ്. കെജ്രിവാൾ എന്ന് പറയുന്നത് RSSന്റെ B ടീമാണ്. അജയമാക്കാൻ എത്ര ശക്തമായിട്ടാണ് സംസാരിച്ചത്. അറസ്റ്റ് ചെയ്തപ്പെടുത്ത നിലപാടെന്താ? അപ്പോൾ വളരെ കൃത്യമായിട്ട് അന്വേഷിച്ച് അതിൻ്റെ തെളിവുകൾ കിട്ടി, തെളിവുകളെല്ലാം റെഡിയായാൽ അതിൻ്റെ സമയം നോക്കി അത് ചെയ്യും. അതിന് സമയമായിട്ടുണ്ടാവില്ല, തെളിവുകൾ മുഴുവനായിട്ടുണ്ടാവില്ല. വെറുതെ എന്തെങ്കിലും ചെയ്താൽ നിങ്ങൾ വെറുതെ വിടുമോ? ചാടിക്കയറി പോയിട്ട് പിണറായി വിജയനെ അറസ്റ്റ് ചെയ്തു, പിറ്റേ ദിവസം കോടതി വെറുതെ വിട്ടാൽ ഈ പറയുന്ന ഗോപികൃഷ്ണൻ എന്താ പറയുക, ഗോപാലകൃഷ്ണ നിങ്ങൾ അറസ്റ്റ് ചെയ്തിട്ട് എന്ത് പറ്റി, പിറ്റേ ദിവസം കോടതി വിട്ടുപോയല്ലോ, എന്തേ നിങ്ങളുടെ EDയുടെ കയ്യിൽ തെളിവുണ്ടായിരുന്നില്ലേ, പിന്നെ എന്തിനാ അറസ്റ്റ് ചെയ്തത് എന്ന് ചോദിക്കൂലേ താങ്കൾ? അപ്പം തിരക്ക് പിടിക്കണ്ട. അതിൻ്റെ അന്വേഷണത്തിൻ്റെ രീതിയിൽ തെളിവുകളൊക്കെ ശേഖരിച്ചതിന് ശേഷം അത് ചെയ്യും. തെളിവുകളൊക്കെ ശേഖരിക്കാതെ ഏജൻസി ചാടിക്കയറി അറസ്റ്റ് ചെയ്തിട്ട് പിറ്റേ ദിവസം കോടതി വെറുതെ വിടണോ? ശരി, ഞാനൊരു ചെറിയ ഇടവേള എടുക്കുന്നു. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അടക്കമുള്ള കേന്ദ്ര അന്വേഷണ ഏജൻസികളെ BJP തെരഞ്ഞെടുപ്പ് വേളയിൽ രാഷ്ട്രീയമായി ഉപയോഗിക്കുകയാണോ? നമ്മളോടൊപ്പം ഈ ചർച്ചയിൽ ഇനി പരാതിക്കാരനായ ഷോൺ ജോർജ് കൂടി ചേരുന്നുണ്ട്. ശ്രീ ഷോൺ ജോർജ്, എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് തുടരന്വേഷണത്തിന് വേണ്ടി നീക്കങ്ങൾ ആരംഭിക്കുമ്പോഴും കേരളത്തിലെ ഭരണപക്ഷമോ പ്രതിപക്ഷമോ അതിനെ കാര്യമായി എടുക്കുന്നേയില്ല. ഇപ്പോൾ CPMനെ സംബന്ധിച്ച് CPM ഉന്നയിച്ചിരിക്കുന്ന പ്രധാനപ്പെട്ട ആക്ഷേപം ഇതൊക്കെ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ട് BJP ഈ ഏജൻസികളൊക്കെ രാഷ്ട്രീയമായി ഉപയോഗിക്കുന്നു, BJPയുടെ കൂലിപ്പണിക്ക് വേണ്ടിയാണ് ED ഇവിടെ എത്തിയിരിക്കുന്നതെന്നാണ്. പ്രതിപക്ഷമാകട്ടെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിൻ്റെ വരവിനെ ഏതെങ്കിലും തരത്തിൽ ഫലപ്രദമായ, അതായത് റിസൾട്ട് ഉണ്ടാക്കുന്ന ഒരു ഇടപെടലായി കാണുന്നുമില്ല. കാരണം ഇതെല്ലാം ഒരു അഡ്ജസ്റ്റ്മെൻ്റ് ആണ്. അതുകൊണ്ട് CPMഉം BJPയും തമ്മിലൊരു ഒത്തുകളി നടന്നിട്ടുണ്ട്. വെറുതെ വന്ന് വിരട്ടുകയല്ലാതെ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല എന്ന നിലപാടാണ് ഉള്ളത്. പരാതിക്കാരനായ ആളെന്ന നിലയിൽ ശ്രീ ഷോൺ ജോർജ്, എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഈ കാര്യത്തിൽ നടത്താൻ പോകുന്ന തുടരന്വേഷണത്തിൽ താങ്കളുടെ വിശ്വാസം എത്രത്തോളമുണ്ട്? ആദ്യമേ തന്നെ പറയട്ടെ, ഇത് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഒരു സുപ്രഭാതത്തിൽ ചാടി വീണ് ഒരു ECIR രജിസ്റ്റർ ചെയ്തതല്ല. ഇത്
നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്ന SFIO അന്വേഷണത്തിന്റെ ഭാഗമായി മാത്രമേ ഇത്തരത്തിലുള്ള ECIR അവർക്ക് രജിസ്റ്റർ ചെയ്യാൻ കഴിയുള്ളൂ. അതുകൊണ്ട് തന്നെ SFIO നടത്തിയിട്ടുള്ള പ്രാഥമിക അന്വേഷണത്തിന്റെ അടിസ്ഥാനത്തിൽ സെക്ഷൻ 447 അനുസരിച്ചുള്ള ക്രൈം CMRലും അതുപോലെ തന്നെ എക്സാലോജി കമ്പനിയും വീണ വിജയനും നടത്തിയിട്ടുണ്ട് എന്നുള്ള ഒരു റിപ്പോർട്ട് അവർ സമർപ്പിച്ചിട്ടുണ്ട്. ആ സമർപ്പിച്ചതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഈ ECIR ഇപ്പോൾ റിപ്പോർട്ട് ഇപ്പോൾ ED സമർപ്പിച്ചിട്ടുള്ള ED ഇതിനകത്ത് എൻ്റർ ചെയ്തിട്ടുള്ളതെന്ന് വിശ്വസിക്കുന്നു. ED മാത്രമല്ല, SFIOയുടെ അന്വേഷണം പൂർത്തിയാകണമെങ്കിൽ തീർച്ചയായിട്ടും ഇതിലേക്ക് CBI കൂടി കടന്നു വരേണ്ടതുണ്ട്. ഇത് ഒന്നാമത്തെ ഘട്ടത്തിൽ ഇങ്ങനെ ഒരു ക്രൈം നടന്നിട്ടുണ്ടോ? രണ്ടാമത്തെ ഘട്ടത്തിൽ ഇത് എന്തിനു വേണ്ടി നടന്നു? മൂന്നാമത്തെ ഘട്ടത്തിൽ ഇത് ആരൊക്കെ വാങ്ങിച്ചു? അങ്ങനെ ഈ കേസിന് മുമ്പോട്ടുള്ള പ്രയാണത്തിൽ 3-4 ഘട്ടങ്ങളിലേക്ക് പോകേണ്ടതായിട്ടുണ്ട്. അപ്പോൾ എന്തിനു വേണ്ടി നടന്നു? ഈ സംസ്ഥാനത്തെ കരിമണൽ കൊള്ള ചെയ്യുന്നതിന് കൂട്ടുനിന്നതിനുമാണ് ഒരു ഘട്ടമെങ്കിൽ, അത് മാത്രമല്ല മുഖ്യമന്ത്രി വഴി ആനുകൂല്യങ്ങൾ പറ്റിയ പലരും ഈ ഷെൽ കമ്പനികൾ വഴി പൈസ വീണ വിജയനിലേക്ക് കൊടുത്തിട്ടുണ്ടെന്ന് സംശയിക്കപ്പെടുന്നു. ഇതെല്ലാം അന്വേഷണത്തിന്റെ പരിധിയിൽ വരേണ്ട കാര്യങ്ങളാണ്. പിന്നെ ഇവിടെ ബഹുമാനപ്പെട്ട CPMന്റെ സംസ്ഥാന സെക്രട്ടറി ഡ്രില്ല് മാഷ് അദ്ദേഹം പറഞ്ഞൊരു കാര്യം കൂലിപ്പണിക്കാരാണ്. തീർച്ചയായിട്ടും അദ്ദേഹത്തിന്റെ യഥാർത്ഥത്തിലാണ് അദ്ദേഹം പറഞ്ഞത്. അതിൽ ഒരു കാര്യം മാത്രം പറയാം. ഇവിടെ അരവിന്ദ് കെജ്രിവാളിന്റെ അറസ്റ്റ് നടന്നപ്പോൾ അതിനെ രാഷ്ട്രീയ പ്രേരിതമാണ്, ഇലക്ഷന്റെ വേണ്ടിയുള്ളതാണ് എന്നൊക്കെ പറഞ്ഞ ആളുകൾ കേരളത്തിലേക്ക് വന്ന ഈ അന്വേഷണത്തെ ഇപ്പോൾ ഇവിടെ ഇന്ന് പ്രതിപക്ഷം മിനിഞ്ഞാന്ന് പ്രതിപക്ഷം പറഞ്ഞു BJPയും CPMും തമ്മിലുള്ള അന്തർധാര സജീവമാണ്. എവിടെ പോയി മാസപ്പടി കേസ്? അദ്ദേഹം നാക്ക് വളച്ചിട്ട് 3ാമത്തെ ദിവസം ED ഈ കേസ് ഏറ്റെടുത്തിരിക്കുന്നു, ഈ കേസിലേക്ക് എൻ്റർ ചെയ്തിരിക്കുന്നു. ഇന്ന് അദ്ദേഹം പറയുകയാണ് ഇതൊരു വേരട്ടാണ്. ഇത് എന്താണ് പറയുന്നത്? ഇവിടെ ഇലക്ഷൻ ഇല്ലാത്ത ഒരു കാലഘട്ടം ഇനി നമ്മുടെ ഈ അടുത്ത 3 വർഷത്തിനുള്ള ഇല്ല. 2024 ഇപ്പം നടക്കാൻ പോകുന്ന ലോക്സഭ ഇലക്ഷൻ, 2025 പഞ്ചായത്ത് ഇലക്ഷൻ, 2026 നിയമസഭ ഇലക്ഷൻ, ഇതിനൊക്കെ വേണ്ടി ഇത്തരം ഗുരുതരമായ ഒരു കുറ്റം ഒരു കേന്ദ്ര ഏജൻസി കണ്ടില്ലെന്നടിക്കണം. അപ്പോൾ ഇതെല്ലാം അഡ്ജസ്റ്റ്മെന്റ് ആളുകൾ ഇപ്പോൾ എല്ലാവരും പറയുന്ന ഒരു കാര്യമാണ് 2021 ED ഇതിനു മുമ്പ് വന്നതല്ലേ, എന്നിട്ട് ED എവിടെ പോയി? അവിടെ ഞാൻ കൃത്യമായി പറയാം, ഞാൻ ഇതേ പരാതി EDക്ക് മുമ്പിലും അധികൃതർ മുമ്പിൽ അവതരിപ്പിച്ചിട്ടുള്ള വ്യക്തി, പരാതി പറഞ്ഞിട്ടുള്ള വ്യക്തിയാണ്. എനിക്കറിയാൻ കഴിഞ്ഞൊരു കാര്യം, അന്ന് ഈ കേസ് എവിടെ നിന്ന് ആരംഭിച്ചു? CMRLൽ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റ് നടത്തിയ എൻക്വയറി, റെയ്ഡ്, ചോദ്യം ചെയ്യൽ, ഇതിൽ നിന്നുമാണ് കൃത്യമായി ഈ കേസ് രൂപപ്പെട്ടത്. ആ കേസ് രൂപപ്പെട്ടപ്പോൾ അവിടേക്ക് എക്സാലോജിക്ക് മുഖ്യമന്ത്രിയുടെ മകൾ ഉൾപ്പെടെയുള്ള കമ്പനികൾ വന്നു. അങ്ങനെ വന്ന സമയത്ത് ഇവരെന്ത് ചെയ്തു? എക്സാലോജി കമ്പനി ഡോർമെന്റ് ആക്കാൻ അപേക്ഷ കൊടുത്തു. ഇതുമായി ബന്ധപ്പെട്ട് നിന്ന് എക്സാലോജി കമ്പനിക്ക് ക്യാഷ് ഹാൻഡ് ഓവർ ചെയ്ത് എംപവർ ഇന്ത്യ ആ ലൈസൻസ് റിസർവ് ബാങ്കിന് കൊടുത്ത് എംപവർ ഇന്ത്യ ക്യാൻസൽ ചെയ്ത് കളഞ്ഞു. പിന്നെ ഇവിടെ ഉണ്ടായിരുന്ന CMRനെ സംബന്ധിച്ച് അവർ ക്രമക്കേട് നടത്തിയെന്ന് ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റ് കണ്ടെത്തിയിട്ടുണ്ടെങ്കിൽ അവർക്ക് ഇൻകം ടാക്സ് സെറ്റിൽമെന്റ് ബോർഡിനെ സമീപിക്കാനുള്ള അവരുടെ ആനുകൂല്യം പറ്റിക്കൊണ്ട് അവർ ഇൻകം ടാക്സ് സെറ്റിൽമെന്റ് ബോർഡിനെ സെറ്റിൽമെന്റിനായി സമീപിച്ചു. 1.5 വർഷക്കാലം ആ സെറ്റിൽമെന്റ് ബോർഡിന്റെ പരിഗണനയിൽ ആ വിഷയം ഇരുന്നുകൊണ്ട് തന്നെ അവർക്ക് പ്രോസിക്യൂഷൻ ഇമ്മ്യൂണിറ്റി ലഭിച്ചു. അതിനുശേഷം ഈ കേസ് എവിടെ നിന്നും ആരംഭിച്ചു നമ്മൾ ചിന്തിക്കണം. അതിനുശേഷം ഇപ്പൊ ഇവിടെ നമ്മുടെ ബഹുമാനപ്പെട്ട സംസ്ഥാന സെക്രട്ടറി പറഞ്ഞ പോലെ 2 കമ്പനി തമ്മിൽ സുതാര്യമായ ഇടപാട് നടക്കുന്നത്, നിങ്ങൾക്ക് എന്താ കുഴപ്പം? ആ ചോദ്യം അവിടെ അവശേഷിച്ചിരുന്നു. പക്ഷേ ഈ CMRL എന്ന് പറയുന്ന കമ്പനിയിൽ പൊതുമേഖലാ സ്ഥാപനമായ KSIDCക്ക് 13.4% ഷെയർ ഉണ്ടാകുകയും ഇവർ തിരിമറി നടത്തുന്ന 132 കോടി രൂപയിൽ 18 കോടി രൂപ KSIDCക്ക് നഷ്ടമുണ്ടാകുകയും ആ KSIDCക്ക് നഷ്ടമുണ്ടായ വിഷയത്തിൽ റിലേറ്റഡ് കമ്പനി എന്ന് പറയാവുന്ന മുഖ്യമന്ത്രിയുടെ ഭരണകർത്താവിന്റെ മകളുടെ കമ്പനിക്ക് കൃത്യമായ അതിൽ ഒരു പങ്കുണ്ടാകുകയും ചെയ്തിടത്താണ് ഈ കേസ് പുനരാരംഭിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഈ കേസ് ശരിയായ ദിശയിൽ തന്നെ പോകുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. SFI എൻക്വയറി തുടങ്ങിയിട്ട് അല്ല ഷോൺ, അത് ശരി. അപ്പൊ ഞാൻ ചോദിക്കുന്നത്, പ്രതിപക്ഷം പറഞ്ഞ കാര്യങ്ങളെ താങ്കൾ പരിഹസിച്ച് തള്ളിക്കളയുന്നത് ഞാൻ കേട്ടു. അങ്ങനെയാണെങ്കിൽ പ്രതിപക്ഷം ഉന്നയിക്കുന്ന ഈ സംശയങ്ങളുടെ ഒരു മറുഭാഗം കൂടി ഉണ്ടല്ലോ. അതായത് എവിടെ പോയി സ്വർണ്ണക്കടത്ത് കേസിലെ അന്വേഷണം, എവിടെ പോയി ലൈഫ് മിഷൻ കോഴ കേസിലെ അന്വേഷണം, എവിടെ പോയി കരുവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പുമായി ബന്ധപ്പെട്ട അന്വേഷണം? ഈ ചോദ്യങ്ങളൊക്കെ ചോദിച്ചതിൻ്റെ തുടർച്ചയായിട്ടാണ് പ്രതിപക്ഷ നേതാവ് പറയുന്നത് അതുപോലെ ഒരു പ്രഹസനമായി ഇതും മാറാൻ പോകുന്നു എന്ന്. പക്ഷേ ഷോണിന് ഈ കാര്യത്തിൽ മറിച്ചൊരു അഭിപ്രായവുമാണ്. തീർച്ചയായിട്ടും ഞാൻ ആ വാദത്തെ അനുകൂലിക്കുകയാണ്. കാരണം ഞാൻ റോഡിൽ ഇറങ്ങുമ്പോൾ ആളുകൾ ചോദിക്കുന്ന ഒരു ചോദ്യം, എന്നാ വീണയെ അറസ്റ്റ് ചെയ്യുന്നു?
എന്നാണ് മുഖ്യമന്ത്രി അറസ്റ്റ് ചെയ്യുന്നത്? ഈ ചോദ്യം ഈ മുഖ്യമന്ത്രിയുടെ കഴിഞ്ഞ 8 വർഷത്തെ കാലഘട്ടം കൊണ്ട് മടുത്തിരിക്കുന്ന ഓരോ മലയാളിയുടെയും ഉള്ളിലെ ആഗ്രഹമാണ് പലപ്പോഴും നമ്മളോട് ചോദിക്കുന്നത്. എന്ന് വെച്ചുകൊണ്ട് ഒരു സുപ്രഭാതത്തിൽ രാവിലെ ഇറങ്ങി മുഖ്യമന്ത്രി അറസ്റ്റ് ചെയ്യാൻ പറ്റുമോ? ഇവിടെ ഇപ്പോൾ തന്നെ ഇത്രയേറെ തെളിവുകളുള്ള ഒരു വിഷയത്തിൽ പ്രതിപക്ഷം, ഇപ്പൊ പറയുന്ന പ്രതിപക്ഷം നിയമസഭയിൽ ചെയ്തത് എന്താ? നമുക്ക് 1 മാസം മുമ്പ് വരെ നിയമസഭ ഉണ്ടായിരുന്നല്ലോ. ആ നിയമസഭയിൽ ഇത്രയും ശക്തമായ തെളിവുകളോടുകൂടി കേരള ഹൈക്കോടതിയുടെ പരിഗണനയിൽ വന്ന് ഒരു അന്വേഷണം ആരംഭിച്ച് കൃത്യമായ തെറ്റുണ്ടെന്ന് ഹൈക്കോടതി പരാമർശിക്കുക വരെ ചെയ്തിട്ടുള്ള ഒരു കേസിൽ പ്രതിപക്ഷം എന്താ നിയമസഭയിൽ ചെയ്തത്? ഇതിനു മുമ്പ് നമ്മൾ കുറെ ചരിത്രങ്ങൾ കണ്ടിട്ടുണ്ട്. ബാറകോഴ ഉണ്ടായ സമയത്ത്, സോളാർ വിഷയം നടന്ന സമയത്ത് ഒക്കെ കേരള നിയമസഭയിൽ അന്ന് CPM പ്രതിപക്ഷത്തായിരുന്നു. അവരെന്താ ചെയ്തതെന്ന് നമ്മൾ കണ്ടു. അതിനു മുമ്പ് നമുക്കറിയാം PJ ജോസഫിന്റെ കേസുണ്ടായ സമയത്ത്, TU കുരുവിളയുടെ വനം കയ്യേറ്റവുമായി ബന്ധപ്പെട്ട കേസുണ്ടായ സമയത്ത് അന്നൊക്കെ കോൺഗ്രസ് ആയിരുന്നു, പ്രതിപക്ഷമായിരുന്നു. നിയമസഭയെ വിറപ്പിച്ചുകൊണ്ട് അവിടെ ആ മന്ത്രിമാരെ രാജിയിലേക്ക് കൊണ്ടുപോകാൻ കോൺഗ്രസ് കഴിഞ്ഞു. ഇത് മുഖ്യമന്ത്രിക്കും മകൾക്കുമെതിരെ ഇത്രയും ശക്തമായ ഒരു ആരോപണവും അതിന് വ്യക്തമായ തെളിവുകളും ഉണ്ടായിട്ട് എന്തു ചെയ്യാൻ കഴിഞ്ഞു കോൺഗ്രസിന്? ഞാനിപ്പോ അങ്ങ് പറഞ്ഞ ഒരു കാര്യത്തിലേക്ക് കിടക്കട്ടെ. ഈ നമ്മുടെ വിവിധ കേസുകൾ ഞാൻ പറഞ്ഞില്ല, കഴിഞ്ഞ 2 വർഷക്കാലമായി കൃത്യമായി എല്ലാ കേസുകളിലും മുഖ്യമന്ത്രിയെ ഫോളോ ചെയ്യുന്ന ഒരാളാണ്. എവിടെയൊക്കെ പോയി, ഇത് മാത്രമല്ല നിരവധി അഴിമതി കേസുകളുമായി ബന്ധപ്പെട്ട് എവിടെ എത്തിയാലും നമുക്ക് ഒരു ചുറ്റുവട്ടത്തിന് അപ്പുറത്തേക്ക് നമുക്ക് പോകാൻ കഴിയില്ല. അദ്ദേഹത്തിന്റെ ചുറ്റുവട്ടത്ത് വരെ നിൽക്കുന്നതല്ലാതെ അതിനപ്പുറത്തേക്ക്. ഞാൻ പറഞ്ഞേ, കഴിഞ്ഞ ദിവസം പറഞ്ഞു സ്വർണ്ണക്കടത്ത് കേസുമായി മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ എത്ര പേരെ അറസ്റ്റ് ചെയ്യുന്ന സാഹചര്യം ഉണ്ടായി. അദ്ദേഹത്തിന്റെ പൊളിറ്റിക്കൽ സെക്രട്ടറി ഉൾപ്പെടെ അറസ്റ്റ് ചെയ്യുന്ന സാഹചര്യമുണ്ട്. പക്ഷേ അത് മുഖ്യമന്ത്രിയിലേക്ക് എത്താതിരിക്കാൻ വളരെ ആസൂത്രിതമായ ഒരു പ്ലാനിങ് ഇവർ നടത്തിയിരുന്നു. ആകെപ്പാടെ തെറ്റിപ്പോയത് ഈ ഒരൊറ്റ പ്ലാനിങ്ങേ ഉള്ളൂ. അവിടെ ഞാൻ മുമ്പേ സൂചിപ്പിച്ച പോലെ ഇവരുടെ ആസൂത്രണമായ ഇവരുടെ പ്ലാനിംഗ് അനുസരിച്ചിട്ടാണോ രാജ്യത്തെ അന്വേഷണ ഏജൻസികൾ പ്രവർത്തിക്കുന്നത്? ശ്രീ ഷോൺ, അതൊക്കെ ഒരു ബാലിശമായ ഒരു വാദമല്ലേ? അതായത് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ ഒരു പ്ലാനിംഗ് നടന്നു, ആസൂത്രണം നടന്നു, ഇതിനപ്പുറത്തേക്ക് പോകരുത്, അതനുസരിച്ച് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അവിടെ തടയപ്പെട്ടു. ഇതൊക്കെ എങ്ങനെയാണ് വിശ്വാസത്തിൽ നമുക്ക് പരിഗണിക്കാൻ കഴിയുക? ഞാൻ പറഞ്ഞതിനെ അങ്ങ് ദുർവ്യാഖ്യാനം ചെയ്തതാണ്. ഞാൻ പറഞ്ഞത് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ പ്ലാനിങ് എൻക്വയറിയെ കുറിച്ച് നടന്നെന്നല്ല. പക്ഷേ മുഖ്യമന്ത്രിയുമായി ബന്ധപ്പെട്ട് നടക്കുന്ന എല്ലാ ഇടപാടുകളിലും ഞാനൊരു പഴഞ്ചൊല്ല് പറഞ്ഞാൽ, കക്കാൻ പഠിച്ചാൽ നിൽക്കാൻ പഠിച്ചിട്ടുള്ള വ്യക്തി തന്നെയാണ് മുഖ്യമന്ത്രി. ഞാൻ പറയല്ലേ, ഞാൻ കഴിഞ്ഞ 2 വർഷമായി ഫോളോ ചെയ്തതിൽ എനിക്ക് ആകെപ്പാടെ എത്തിപ്പെടാൻ കഴിഞ്ഞ ഈ ഒരു കേസിൽ മാത്രമാണ്. നേരത്തെ 6 or 7 കേസുകളിൽ മുഖ്യമന്ത്രിയുടെ അല്ലെങ്കിൽ ഇവര് ഈ കമ്പനികളുമായി ബന്ധപ്പെട്ട് ഫോളോ ചെയ്തിട്ടുണ്ട്. ഇത് മാത്രമല്ല, ടോറസ് ഭൂമി ഇടപാട് മുതൽ നിരവധി കമ്പനികൾ. അവിടെ ഒരു കമ്പനിയുടെ ഓഫീസ് തപ്പിപ്പിടിച്ച് പോയപ്പോൾ അവിടെ ഒരു 70 വയസ്സുള്ള ഒരു അമ്മച്ചി മീൻ പറത്തോണ്ടിരിക്കുക. കേരളത്തിലെ ഒരു വലിയ സ്ഥാപനത്തിന്റെ കോർപ്പറേറ്റ് ഓഫീസാണത്. ഞാൻ പറഞ്ഞത് അതിനപ്പുറത്തേക്ക് കടക്കാൻ പലപ്പോഴും കഴിയാതെ വന്ന സാഹചര്യമുണ്ട്. ഞാൻ അതിനൊന്നും ന്യായീകരിക്കുന്നില്ല. പക്ഷെ ഇന്നലെ ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രിയുടെ ഒരു സ്റ്റേറ്റ്മെന്റ് ഒരു പാർട്ടി പ്രവർത്തകൻ എന്ന നിലയിലും ഒരു സാധാരണക്കാരൻ എന്ന നിലയിലും എനിക്ക് ഏറെ ആശ്വാസം നൽകി. ഇന്നലെ കണവന്നൂർ ബാങ്കിനെ സംബന്ധിച്ച് അവിടുത്തെ സ്ഥാനാർത്ഥി ചോദ്യം ഉന്നയിച്ചപ്പോൾ അവിടെ കാശ് പോയ ഓരോരുത്തർക്കും ആ കാശ് തിരികെ കൊടുക്കാനുള്ള നടപടി ഉണ്ടാവും. അവിടെ ആരൊക്കെ തട്ടിക്കൊണ്ടു പോയിട്ടുണ്ടോ അവരെ എല്ലാം തുറുങ്കിലടക്കാനുള്ള നടപടി ഉണ്ടാവുമെന്ന് ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി പറഞ്ഞത് വേറെ സന്തോഷത്തോടു കൂടി തന്നെയാണ് ഞാൻ നോക്കിക്കണ്ടത്. സംബന്ധിച്ച് KSADCയും CMRലും കംപ്ലീറ്റ് ചെയ്തോളൂ. അല്ല, KSADCയും CMRലും എക്സാലോജിക്കും ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഈ കേസ് ഇത് എവിടെ എത്തുമെന്നുള്ള കാര്യത്തിൽ എനിക്ക് നല്ല പൂർണ്ണ വിശ്വാസമുണ്ട്. അത് എത്തിക്കേണ്ടടുത്ത് എത്തിക്കുക തന്നെ. ശരി, പ്രകാശം മാസ്റ്റർ, ഈ മാസപ്പടി കേസിന്റെ കാര്യത്തിൽ മാത്രമല്ല, അല്ലെങ്കിൽ കിഫ്ബി മസാല ബോണ്ട് കേസുമായി ബന്ധപ്പെട്ട തോമസ് ഐസക്കിനെതിരായിട്ടുള്ള നീക്കങ്ങളിൽ മാത്രമല്ല, അതേ കേസിൽ, അതായത് കിഫ്ബി മസാല ബോണ്ട് കേസിൽ മുഖ്യമന്ത്രിയെ ചോദ്യം ചെയ്യാൻ പോലും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് തയ്യാറെടുക്കുന്നുണ്ട് എന്ന വിവരങ്ങൾ വരുന്നുണ്ട്. കാരണം ഈ ബോണ്ടുമായി ബന്ധപ്പെട്ട തീരുമാനങ്ങൾ ബോർഡിൻ്റെ വൈസ് ചെയർപേഴ്സണായ തോമസ് ഐസക്ക് മാത്രമല്ല, അതിൻ്റെ ചെയർപേഴ്സണായ മുഖ്യമന്ത്രിക്ക് കൂടി അതിൽ പങ്കുണ്ട് എന്ന ഒരു കണ്ടെത്തലിൻ്റെ അടിസ്ഥാനത്തിൽ മുഖ്യമന്ത്രിയെ തന്നെ ചോദ്യം ചെയ്യാൻ ED തയ്യാറെടുക്കുന്നു എന്നുള്ള വിവരങ്ങളൊക്കെ കഴിഞ്ഞ ദിവസങ്ങളിൽ പുറത്തു വന്നിരുന്നു. അപ്പോൾ അങ്ങനെയാണെങ്കിൽ, അതായത് മുഖ്യമന്ത്രിയുടെ മകൾ ഉൾപ്പെട്ട കേസിൽ ED തുടരന്വേഷണത്തിലേക്ക് പോകുന്നു. ഈ മസാല ബോണ്ടുമായി ബന്ധപ്പെട്ട കേസിൽ തോമസ് ഐസക്കിന് അവസാനത്തെ സമൻസ് എന്ന് ED തന്നെ പറയുന്ന സമൻസ് അയച്ചിരിക്കുന്നു. ഇവിടെ മുഖ്യമന്ത്രിയെ അതിലേക്ക് ചോദ്യം ചെയ്യലിന് കൊണ്ടുവരാൻ വേണ്ടിയുള്ള നീക്കങ്ങൾ നടത്തുന്നു. ഇതൊക്കെ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ടുള്ള, അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് വേളയിലെ BJPയുടെ രാഷ്ട്രീയ പ്രയോഗങ്ങളാണെങ്കിൽ CPM ആരോപിക്കുന്നത് പോലെ അത് പരമാവധി ഉപയോഗപ്പെടുത്താൻ അവർ ശ്രമിക്കില്ലേ? അപ്പോൾ എന്താണ്
എങ്ങനെയാണ് നിങ്ങൾ പ്രതിരോധിക്കുക? ഗോപീഷ്ണ, ഈ 24നെ പോലെയുള്ളൊരു ചാനൽ ഇത്തരമൊരു ചർച്ച നടത്തുമ്പോൾ കാണിക്കുന്ന അന്യായത്തെ ചൂണ്ടിക്കാണിക്കാതിരിക്കാൻ കഴിയില്ല. ഇന്നത്തെ നിങ്ങൾ ചർച്ച ചെയ്യുന്ന വിഷയത്തിലെ ഇര ഞങ്ങളാണല്ലോ. ആ ഇരക്ക് 50 മിനിറ്റ് പൂർത്തിയാവാണ് നിങ്ങളുടെ ചർച്ച. ആ ഇരക്ക് നിങ്ങൾ അനുഭവിച്ച 5 മിനിറ്റാണ്. 45 മിനിറ്റായി ഈ പറയുന്ന EDയുടെ തീരുമാനത്തെ ന്യായീകരിക്കാൻ വേണ്ടിയിട്ട് 3 ആളുകളെ വെച്ച് നിങ്ങൾ ചർച്ച ചെയ്യാൻ. 24നെ പോലുള്ളൊരു മാധ്യമം ഇതുപോലെയുള്ള ഒരു അന്യായം കാണിക്കുന്നത് ശരിയല്ല എന്ന് പറയാതെ പോകുന്നത് തെറ്റാണ് എന്നുള്ളത് ഞാനത് പറയാൻ. ഇതൊരു നീതിയല്ല. ഇത്തരം മാധ്യമങ്ങൾക്ക് ആളുകളോട് നീതി പാലിക്കാനുള്ള ഉത്തരവാദിത്വം ഉണ്ടല്ലോ. അത് തികച്ചും തെറ്റായി പോയി എന്നുള്ള കാര്യം ഞാൻ അത് ചൂണ്ടിക്കാണിക്കാൻ. രണ്ടാമത്, ഇത്തരം വിഷയത്തിൽ BJPക്കാർക്ക് തട്ടിപ്പ്, കൊള്ള, കളവ്, അതുപോലെ ഒരെണ്ണം രക്ഷപ്പെടലെന്ന് പറയാൻ എന്ത് അധികാരമുള്ളത്? ഇന്ത്യ രാജ്യം കണ്ട ഏറ്റവും വലിയ അഴിമതി കേസിൽ ഉത്തരവാദി ആരാ? ഏതാണ്ട് 3000 കോടി രൂപ EDയെയും അതുപോലെ തന്നെ CBI വെച്ച് ഭീഷണിപ്പെടുത്തി ഇലക്ട്രൽ ബോണ്ട് എന്ന് പറയുന്ന സംവിധാനത്തിലൂടെ കൈക്കൂലി പറ്റിയ പാർട്ടിയല്ലേ BJP? തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതിന് ശേഷമല്ലേ നമുക്കിത് കാണാൻ കഴിഞ്ഞത്? പിന്നെ BJPക്ക് ഒരു അന്വേഷണം ഇല്ലാത്തതുകൊണ്ടാ? അഴിമതി കേസില്ലാത്തതുകൊണ്ടല്ല. റാഫേൽ അഴിമതിയല്ലേ? പെഗാസസ് അഴിമതിയല്ലേ? അദാനി ഓഹരി തട്ടിപ്പ് അഴിമതിയല്ലേ? വ്യാപം അഴിമതിയല്ലേ? ഉജ്ജയിൻ ഭൂമി തട്ടിപ്പ് അഴിമതിയല്ലേ? എല്ലാവരും പ്രതികൾ BJPയുടെ കേന്ദ്ര ഗവൺമെന്റിലെ ആളുകളല്ലേ? നിങ്ങൾ അന്വേഷിക്കില്ല, കാരണം ഭരിക്കുന്ന നിങ്ങളാണ്. നിങ്ങളുടെ കയ്യിലാണ് EDയും അവർ CBIയും എല്ലാം. അതുകൊണ്ട് നിങ്ങൾ അതൊന്നും അന്വേഷിക്കില്ല. അതുകൊണ്ട് നിങ്ങൾ അഴിമതിക്കാരല്ല എന്നാണോ പറഞ്ഞതിൻ്റെ അർത്ഥം? ഇന്ത്യ രാജ്യം കണ്ട ചരിത്രത്തിലെ ഏറ്റവും വലിയ അഴിമതിക്കാർ നിങ്ങളാണ് എന്നുള്ളത് കൃത്യമായിട്ട് പറയാൻ വേണ്ടി കഴിയും. കള്ളപ്പണത്തെക്കുറിച്ചാണ് അന്വേഷിക്കുന്നെങ്കിൽ ആദ്യം കൈവിലങ്ങ് വെക്കേണ്ടത് ഇന്ത്യയിലെ BJPയുടെ നേതാക്കന്മാരെയാണ്, കേന്ദ്രമന്ത്രിമാരെയാണ്. എന്നിട്ട് അവർ പറയുന്നു തട്ടിപ്പ്, കളവ് ഞങ്ങൾക്ക് ശരിപ്പെടുത്തി കളയും, ഞങ്ങൾ ആളുകളെ കടുകിലൊക്കെ തോൽപ്പിക്കും. അത്രയൊന്നും പറയാൻ നിങ്ങൾക്ക് യാതൊരു പാങ്ങുമില്ല. പിന്നെ ഞാൻ ചോദിക്കട്ടെ, ഇവിടെ ഇപ്പോൾ കോൺഗ്രസ്സുകാർ പറയാണ് എന്തൊരു പ്രണയ പാരവശ്യമാണ് BJPക്കാരും അതുപോലെ തന്നെ CPMകാരും തമ്മിൽ. പ്രണയ പാരവശ്യം കൊണ്ടാണല്ലോ ഞങ്ങൾ കേന്ദ്രത്തിൽ പോയിട്ട് നരേന്ദ്രമോദി ഗവൺമെന്റിനെതിരെ സമരം, പ്രണയ പാരവശ്യം മൂർത്തിട്ട് ഞങ്ങൾ കേന്ദ്ര ഗവൺമെന്റിനെതിരായിട്ട് കേസ് സുപ്രീം കോടതിയിൽ, പ്രണയം മൂർത്തിട്ട് ഞങ്ങൾ ഗവർണർമാരുമായി ബന്ധപ്പെട്ട കേസിൽ കേന്ദ്രത്തിനെതിരായിട്ട് കേസ് സുപ്രീം കോടതിയിൽ, പ്രണയം മൂത്തിട്ട്. ഞാൻ ചോദിക്കട്ടെ, ഇവിടെ ധനകാര്യമന്ത്രിക്കെതിരെ കേസ്, ഇവിടെ RBIയുടെ അനുമതി കിട്ടിയിട്ടല്ലേ മസാല ബോർഡ് ഇറക്കിയത്? ആ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ധനമന്ത്രിയെ വേട്ടയാടുന്നത് ഞങ്ങളോട് പ്രേമം കൊണ്ട് അല്ലേ? BJPക്കാർക്ക് ഞങ്ങളോട് പ്രേമം, അതുകൊണ്ട് ഞങ്ങൾക്കെതിരെ കേസ്. മുഖ്യമന്ത്രിയുടെ മകൾക്കെതിരെ ഞങ്ങളോട് സ്നേഹമുള്ളതുകൊണ്ട് കേസ്. അതുപോലെ തന്നെ മുഖ്യമന്ത്രിയുടെ ഓഫീസിനെതിരെ ഞങ്ങളോട് സ്നേഹമുള്ളതുകൊണ്ട് കേസ്. ഗവൺമെന്റ് കുപ്പിനെ ഉപയോഗിച്ചുകൊണ്ട് ഇവിടെ ചുടുചോറ് മാന്തിക്കുന്നത് ഞങ്ങളോട് സ്നേഹമുള്ളതുകൊണ്ട്. നാണം വേണ്ടേ കോൺഗ്രസിന് കാര്യം പറയാൻ? തലയിൽ വെളിവുള്ളവർക്ക് വിശ്വസിക്കാൻ വേണ്ടി കഴിയുമോ ഇതെല്ലാം കോൺഗ്രസും അതുപോലെ CPIയും CPMും BJPയും തമ്മിലുള്ള ബാന്ധവമാണ് എന്ന്? എന്തും പറഞ്ഞാൽ VD സതീശൻ എന്നും പറയാം, കാരണം അദ്ദേഹം പറയുന്നത് എന്താണെന്നുള്ളത് അദ്ദേഹത്തിന് അറിയുമെന്നറിയില്ല. ഇവിടെ BJP കേരള ഗവൺമെന്റിനെ വേട്ടയാടുന്നു, CPMനെ വേട്ടയാടുന്നു, കിട്ടാവുന്ന എല്ലാ മാർഗങ്ങളും ഉപയോഗിക്കുന്നു. മുഖ്യമന്ത്രിയെ അനാവശ്യമായിട്ട് ഒറ്റപ്പെടുത്താൻ ശ്രമിക്കുന്നു, അദ്ദേഹത്തെ അപകീർത്തിപ്പെടുത്തുന്നു, അദ്ദേഹത്തിന് ഓഫീസിനെ പോലും കുന്തമണി നിർത്തുന്നു, അദ്ദേഹത്തിന് കുടുംബത്തിനെതിരെ ആക്ഷേപം ഉന്നയിക്കുന്നു. എന്നിട്ട് VD സതീശൻ കണ്ടില്ലേ, ഇവർ തമ്മിൽ വലിയ സ്നേഹമല്ലേ, ആ സ്നേഹം കൊണ്ടല്ലേ അന്വേഷണം? നാണം വേണം പറയാൻ. എന്നിട്ട് അതിനെപ്പറ്റി ചർച്ച ചെയ്യാൻ 24. എന്നിട്ട് നിങ്ങൾ ആകെ 50 മിനിറ്റ് സമയത്തിൽ 45 മിനിറ്റ് ഈ പറയുന്ന കാര്യങ്ങൾ പറയാൻ, അതിനെ എതിർക്കുന്ന ഞങ്ങൾക്ക് 5 മിനിറ്റ്. ന്യായം വേണം. ഇവിടെ എന്താ നടക്കുന്നത്? ഇപ്പോൾ BJPക്ക് EDയെ ഞാൻ ചോദിക്കട്ടെ, 20ലേറെ കോൺഗ്രസ് നേതാക്കന്മാരെ അല്ലെങ്കിൽ BJP നേതാക്കന്മാരെ, കോൺഗ്രസിന്റെ ആളുകളെ ഇവിടെ ED അന്വേഷിച്ചിട്ട് അവർ BJPയിൽ വന്ന് വിട്ടല്ലോ. പേര് പറയണോ ഞാൻ? 20ലേറെ കോൺഗ്രസ് നേതാക്കന്മാർ ED അന്വേഷണം നടത്തി, അവർ BJPയിലേക്ക് പോയപ്പോൾ പിന്നെ കേസില്ല, അന്വേഷണമില്ല. എന്തൊരു അഴിമതിക്കെതിരെയുള്ള വിദ്വേഷമാണ്! എത്ര ആളുകളെയാണ് നിങ്ങൾ ചാക്കിൽ കയറ്റിയിരിക്കുന്നത്? നിങ്ങൾക്ക് അനുകൂലമായിട്ട് MPമാരും MLAമാരും കാലുമാറുന്നത് സ്നേഹം കൊണ്ടാണോ? പേടിപ്പിച്ചിട്ടല്ലേ? കേസെടുക്കുമെന്ന് പേടിപ്പിച്ച് ED ചെല്ലുന്നു. ഇപ്പം ഞാൻ ചോദിക്കട്ടെ, ഇലക്ട്രൽ ബോണ്ട് തന്നിരിക്കുന്ന ഓരോ ഏജൻസി പരിശോധിക്കുക, എങ്ങനെ പണം തന്നിരിക്കുന്നത്? ED പോകും 4 തവണ. അപ്പോൾ അവരുടനെ 154 കോടി നിങ്ങൾക്ക് BJP ഫണ്ടിലേക്ക്, 213 കോടി BJP ഫണ്ടിലേക്ക്. അപ്പോൾ പിന്നെ കേസില്ല, അവർക്ക് അഴിമതിയില്ല. അഴിമതിയെ നിയമവൽക്കരിച്ച ഗവൺമെന്റാ നരേന്ദ്രമോദി ഗവൺമെന്റ്. എന്നിട്ട് പറയുന്നു ഞങ്ങൾ അഴിമതിക്കെതിരെ, ഒരഴിമതിക്കാരും രക്ഷപ്പെടാൻ അനുവദിക്കില്ല. പറയാനുള്ള അർഹത നിങ്ങൾക്കില്ല. ഇതിനെല്ലാം ജനങ്ങൾ പകരം വിട്ടുമെന്നുള്ളതിൽ ഒരു തർക്കം ഉണ്ടാവേണ്ട കാര്യമില്ല. നിങ്ങൾക്ക് ഭയമുണ്ട് ഇവിടെ ഈ തെരഞ്ഞെടുപ്പിൽ എന്തുണ്ടാവും എന്നുള്ളത്. BJP ഞാനൊരു ഇടപെടുകയാണ് മാഷെ. ഞാൻ അതിനിടയിൽ പ്രകാശ് മാഷോട് എല്ലാ ബഹുമാനവും വെച്ച് ഞാൻ ഒരു കാര്യം ഒന്ന് വ്യക്തമാക്കട്ടെ. മാഷ് ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഇതാദ്യമായിട്ടല്ല മാഷ് എൻ്റെ ഒരു ചർച്ചയിൽ പങ്കെടുക്കുന്നത്. ഞാനൊരു ചർച്ചയിൽ ഒരിക്കലും കേൾക്കാൻ ആഗ്രഹിക്കാത്തൊരു വിമർശനമാണ് എൻ്റെ അതിഥികൾക്ക് സമയം അനുവദിക്കുന്ന കാര്യത്തിൽ വിവേചനം കാണിച്ചു എന്നത്. മാഷ് ആ പറഞ്ഞ കാര്യത്തിൽ എനിക്ക് കണക്കുകൾ വെച്ച് മാഷോട് ചില കാര്യങ്ങൾ ഉന്നയിക്കാൻ പറ്റും. 45 മിനിറ്റ് നമ്മൾ ഇതുവരെ ചർച്ച നടത്തിയതിൽ ഞാൻ ഇടവേള എടുത്ത സമയം ഒഴിച്ചു നിർത്തി കഴിഞ്ഞാൽ തുടക്കത്തിൽ മാഷ് 9 മിനിറ്റ് സംസാരിച്ചു. മാഷ് ഇപ്പോൾ ഏതാണ്ട് ഒരു 5 മിനിറ്റിൽ കൂടുതൽ സംസാരിച്ചു. ഏതാണ്ട് 15 മിനിറ്റിൽ കൂടുതൽ മാഷിന് ഞാൻ സമയം അനുവദിച്ചിട്ടുണ്ട്.
മാഷ് ദയവായി മാഷ് നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ പുനഃപരിശോധിക്കണം. കാരണം ഏതെങ്കിലും ഒരാൾക്ക് സമയം നിഷേധിക്കുക അല്ലെങ്കിൽ അതിലേതെങ്കിലും രാഷ്ട്രീയ താല്പര്യം കാണുക, വിവേചനത്തോടു കൂടി പെരുമാറുക എന്നത് മാധ്യമപ്രവർത്തകൻ എന്ന നിലയിൽ വ്യക്തിപരമായും 24 എന്ന ചാനലിന് അതിൻ്റെ പ്രൊഫഷണൽസിൻ്റെ ഭാഗമായി ഞങ്ങൾ അംഗീകരിക്കാത്ത കാര്യമാണ്. മാഷ് ദയവായി ആ കാര്യങ്ങൾ പുനഃപരിശോധിക്കണം. ശ്രീ ബി ഗോപാലകൃഷ്ണൻ, താങ്കളുടെ മറുപടി. സമയം കുറവാണ്, താങ്കൾ പറഞ്ഞോളൂ. വളരെ പെട്ടെന്ന് തന്നെ പറഞ്ഞു. എനിക്ക് വളരെ വിഷമം തോന്നുകയാണ് പ്രകാശം മാഷ്. ഞാൻ വളരെ വിഷമത്തോടു കൂടിയിട്ട് പ്രകാശം മാഷ് താങ്കളോട് പറയാൻ ആഗ്രഹിക്കുന്നു. ഞാൻ വരാം ശ്രീ നൗഷാദിനി, ഞാൻ താങ്കളിലേക്ക് വരാം. താങ്കൾക്ക് വരാം. മറുപടി പറഞ്ഞോട്ടെ. അദ്ദേഹം പറഞ്ഞിട്ട് ഞാൻ വരാം. ഞാൻ അദ്ദേഹം ഈ BJPക്ക് എതിരായിട്ടുള്ള കാര്യങ്ങൾ ഇപ്പോൾ പ്രകാശം മാസ്റ്റർ പറഞ്ഞല്ലോ, അതിനുള്ള മറുപടി, അതിനുശേഷം ഞാൻ താങ്കളിലേക്ക് വരാം. വളരെ പെട്ടെന്ന് ഞാൻ മറുപടി പറഞ്ഞു തീർക്കാം. നൗഷാദിലി ഒന്ന് കേട്ടാൽ മതി. എനിക്കൊരൊറ്റ കാര്യം പറയാനുള്ളത്, പ്രകാശം മാഷെ, പാർട്ടി ഗ്രാമമല്ല കേരളം മുഴുവനും. നിങ്ങളുടെ കണ്ണൂരിൽ കുറേ സ്ഥലം ഉണ്ടാവും. അതുകൊണ്ട് ഈ റഫേലിൻ്റെയും അതുപോലെ പെഗാസസിൻ്റെയും ഒക്കെ പേരിൽ അഴിമതിയാണെന്ന് പറഞ്ഞാൽ അത് കണ്ണൂരിലെ പാർട്ടി കോൺഗ്രസ്സിലോ അല്ലെങ്കിൽ പാർട്ടി ഗ്രാമത്തിലോ അല്ലെ നിങ്ങളുടെ AKG സെൻറ്ററിലൊക്കെ പോയി പറഞ്ഞോ, അത് ആൾക്കാർ കേൾക്കും. സുപ്രീം കോടതി വലിച്ച് കുപ്പയിലിട്ട സാധനം പറയാൻ നാണാവില്ല എൻ്റെ മാഷേ. എനിക്ക് മാഷോട് വളരെ ദയനീയമായി സഹതാപത്വത്തോട് ചോദിക്കുക, ഒരല്പമെങ്കിലും നാണം വേണ്ടേ ഇങ്ങനെ പറയാൻ? എത്ര വർഷം മുമ്പ് സുപ്രീം കോടതി എടുത്ത് കാട്ടുകളഞ്ഞതാ. ഇപ്പം മാഷ് എന്നിട്ട് പറയാ തിരിച്ചടി നൽകും. ഏത് BJPക്ക് തിരിച്ചടി നൽകും? ഞാൻ മാഷോട് പറയാൻ ആഗ്രഹിക്കുക, 370 സീറ്റോടുകൂടി BJP മുന്നോട്ട് പോകുമ്പോൾ, മുന്നേറുമ്പോൾ മരപ്പട്ടിയുടെയും ഈനാമ്പച്ചിയുടെയും തേളിൻ്റെ ഒക്കെ മുകളിൽ സഞ്ചരിക്കുന്ന ഒരു തിരിച്ചടി നിങ്ങൾ സഞ്ചരിക്കും. ആ ഈ ഈനാമ്പച്ചിയുടെ മരപ്പട്ടിയുടെ മുകളിൽ സഞ്ചരിക്കുന്ന ഗതികേടായിരിക്കും നിങ്ങൾക്ക് ജനങ്ങൾ തരാൻ പോകുന്നത്. കാരണം അഴിമതിയില്ലാത്ത ഭരണം നടത്തുന്ന മോദിയെ വീണ്ടും പ്രധാനമന്ത്രിയാക്കുമ്പോൾ അഴിമതിയുടെ തെളിവുകൾ ശേഖരിച്ച് അഴിമതി ചെയ്തിട്ടുണ്ടെങ്കിൽ ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി വീണ്ടും അധികാരത്തിലേക്ക് വരുമ്പോൾ അദ്ദേഹം കഴിഞ്ഞ ദിവസം പറഞ്ഞത് ഞാൻ ആവർത്തിച്ചുകൊണ്ട് പറയാണ്, അഴിമതി നടന്ന തെളിവുകൾ കിട്ടുന്നതോടെ മുഖ്യമന്ത്രി, രണ്ടാമത്തെ മുഖ്യമന്ത്രി, ജയിലിൽ പോകുന്ന രണ്ടാമത്തെ മുഖ്യമന്ത്രി പിണറായി വിജയനായിരിക്കും. പിണറായി വിജയൻ പിന്നൊരു എന്താ പറയുക, ഒരു സൗകര്യമുണ്ട്, കാരണം കൂടെ മകളുമായിരിക്കും. അതുകൊണ്ട് ഒരു കാര്യം ഞാൻ പറയാം, രക്ഷപ്പെടുമെന്ന് വിചാരിക്കണ്ട, രക്ഷപ്പെടാൻ അനുവദിക്കില്ല. ഉപ്പ് തിന്നിട്ടുണ്ടെങ്കിൽ വെള്ളം കുടിക്കും, യാതൊരു കോംപ്രമൈസും ഇല്ല എന്ന് പറയാൻ ആഗ്രഹിക്കുകയാണ് ഞാൻ. ഗോപികൃഷ്ണ, എനിക്ക് പറയാനുള്ളതേ, അത് നിങ്ങൾ ഗോപാലകൃഷ്ണനോട് നിർത്താൻ പറയണം. എനിക്ക് പറയാനുള്ളത്, ഞാനിവിടെ ഞെട്ടിപ്പോയി. ഗോപാലകൃഷ്ണൻ ഡൽഹി ഹൈക്കോടതി കേജ്രിവാളിനെ എന്തുകൊണ്ട് അറസ്റ്റ് ചെയ്തില്ല എന്ന് BJP സർക്കാരിനോട് ചോദിച്ചു എന്നുള്ള പച്ച നുണ ഗോപാലകൃഷ്ണൻ പറയാണ്, ഒരു ഇംഗ്ലീഷ് പരിഭാഷയൊക്കെ പറഞ്ഞുകൊണ്ട്. അതൊന്ന് തെളിയിക്കുകയാണെങ്കിൽ ഗോപാലകൃഷ്ണൻ പറഞ്ഞ പണി ഞാൻ എടുക്കാമെന്ന് പരസ്യമായിട്ട് പറയാണ്. രണ്ടാമതായിട്ട് കോൺഗ്രസ് ആരോപണം ഉന്നയിച്ചു, കോൺഗ്രസ് 2011 അരവിന്ദ് കേജ്രിവാളിനെതിരെയും കേസെടുക്കാനാണ് പറഞ്ഞത്. ഇതാ ഉത്തരം മുട്ടുമ്പോൾ ഗോപാലകൃഷ്ണൻ കൊഞ്ഞനം കുത്തരുത്. കോൺഗ്രസ് സക്സേനയും ഈ പറഞ്ഞ കേജ്രിവാളും തമ്മിലുള്ള അൺഹോളി നെക്സസാ പറഞ്ഞത്. നിങ്ങൾ അങ്ങനെയാണെങ്കിൽ സക്സേനക്കെതിരെ കേസെടുക്കണം. അയാൾ ഖാദി ബോർഡ് വൈസ് ചെയർമാനായിരുന്ന കാലത്ത് 1400 കോടി രൂപ ഡീമോണിറ്റൈസേഷനിലൂടെ മാറ്റിയെന്ന ആരോപണത്തിന് വിധേയനായ ഒരാളാണ്, വലിയ അഴിമതിക്കാരനാണ്. നിങ്ങൾ ആ സക്സേനക്കെതിരെയും കൂടി കേസെടുക്കണം. കോൺഗ്രസ് പറഞ്ഞിട്ടാണ് കേസെടുത്തതെങ്കിൽ ഞങ്ങള് 2011 ഡിസംബറിലാണ് ഈ പത്രസമ്മേളനം നടത്തിയത്. 2022 നിങ്ങൾ സക്സേനക്കെതിരെ പോയി കേസെടുക്കണം. അല്ലാതെ വാദിയുടെയും പ്രതിയുടെയും ന്യായാധിപന്റെ ഒക്കെ റോൾ ചാനൽ വന്നിരുന്ന. ശരി, പ്രകാശ് മാഷ ഒരു ഒറ്റ മിനിറ്റിൽ പ്രകാശ് മാഷ ഒരു മറുപടി പറയാമോ? മുഖ്യമന്ത്രിയും മകളും ഒക്കെ ജയിലിൽ പോകുന്ന അനുഭവമായിരിക്കുമെന്ന് ഗോപാലകൃഷ്ണൻ പറഞ്ഞതിനുള്ള ഒരൊറ്റ മറുപടി പ്രകാശ് മാഷെ, ഒരു മിനിറ്റ്, അല്ലെങ്കിൽ പ്രകാശ് മാഷിന് ആ സമയം ഞാനൊന്ന് കൊടുക്കുകയാണ്. 1 മിനിറ്റ് സമയം കഴിഞ്ഞെങ്കിലും പ്രകാശ് മാഷെ ഒരു മറുപടി ഒന്ന് പറയൂ. ഇന്ത്യ രാജ്യത്തിന്റെ ചരിത്രത്തിൽ എക്കാലത്തും ഓർമ്മിക്കപ്പെടുന്ന ഒരു നാമമായിരിക്കും കേരള മുഖ്യമന്ത്രി എന്ന കാര്യത്തിൽ യാതൊരു സംശയവും ഉണ്ടാവേണ്ട കാര്യമില്ല. ആ സൂര്യൻ്റെ തേജസ്
BJP-ക്കാരുടെ ഈ പറയുന്ന അദ്ദേഹത്തെ ഈ കേരളത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായിട്ട് ഒരു മുഖ്യമന്ത്രിക്ക് രണ്ടാം പരിശോധിക്കണം. ഈ കേരളത്തിൽ വേറെ ആർക്കും കിട്ടിയിട്ടില്ല. ശരി, കേരളത്തിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ അന്വേഷണ വഴികളിൽ തട്ടി വീഴാൻ പോകുന്നത് ആരൊക്കെ, അത് തെരഞ്ഞെടുപ്പിൽ ആരൊക്കെ ഗുണകരമാക്കി മാറ്റാൻ ശ്രമിക്കുമെന്നൊക്കെ നമുക്ക് വരും ദിവസങ്ങളിൽ കാണാം. ഈ ചർച്ചയിൽ പങ്കെടുത്ത എല്ലാ അതിഥികൾക്കും നന്ദി. എൻകൗണ്ടർ ഇവിടെ പൂർത്തിയാവുകയാണ്. മറ്റൊരു വിഷയമായി എൻകൗണ്ടർ നാളെ ഇതേ സമയം